താങ്ക് യു. നമുക്ക് എപ്പോഴത്തെയും പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും, അറിവിന്റെ പാതയിലേക്ക് വലിച്ചുണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും, അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും, അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി, അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആസ്ട്രൽ പ്രൊജക്ഷനാണ്. എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള, വളരെയധികം ആകാംക്ഷാജനകമായിട്ടുള്ള, ഒരുപക്ഷെ കുറേയധികം ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം. നമുക്കതിനെല്ലാമുള്ള അവസരം തീർച്ചയായിട്ടുമുണ്ട്. ആദ്യം തന്നെ പറയാം, ഈ വിഷയം എന്ന് പറയുന്നത്, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് പാരാസൈക്കോളജി എന്ന വളരെ വലിയൊരു ശാഖയുടെ, ശാസ്ത്രശാഖ എന്ന് ഞാൻ പറയുന്നില്ല, വലിയൊരു ശാഖയുടെ ഒരു സബ് കാറ്റഗറിയാണ്. അപ്പോൾ എന്താണ് പാരാസൈക്കോളജി എന്ന് നമ്മൾ ആദ്യം തന്നെ പ്രാഥമികമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. പ്രാഥമികമായിട്ട് മാത്രം മതി. മലയാളത്തില് അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന് പറയാം. അതീന്ദ്രിയ മനഃശാസ്ത്രം. അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഒരു ശരാശരി മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ എല്ലാത്തിനും തന്നെ പരിമിതികളുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമുക്ക് വെളിച്ചത്തിന്റെ അഭാവത്തിൽ കാഴ്ച സാധ്യമല്ല. കാഴ്ച സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്ട്സ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം കാണാൻ കഴിയുന്നുമുണ്ട്. അതുപോലെ തന്നെ കേൾവിയുടെ കാര്യമെടുത്താൽ, ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അതിൻ്റെയും അർത്ഥം അതിന് മുകളിലോ താഴെയോ ഓഡിയോ ഫ്രീക്വൻസികളില്ല, ശബ്ദതരംഗങ്ങളില്ല എന്നുള്ളതല്ല. ശബ്ദമുണ്ട്, ശബ്ദതരംഗങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ചെവി കൊണ്ട് അത് കേൾക്കാൻ സാധ്യമല്ല. പക്ഷെ അവിടെയും മറ്റു ചില പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ജീവികൾക്കോ ഒക്കെ അത് കേൾക്കാൻ സാധിക്കുന്നുമുണ്ട്. മൂക്കിന്റെയും നാവിന്റെയും ത്വക്കിന്റെയും എല്ലാം കാര്യമെടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം പരിമിതികളുണ്ട്. അപ്പോ ഈ പരിമിതികൾക്ക്, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികൾക്ക് പുറത്തുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ അറിയാനോ അനുഭവിക്കാനോ ഒന്നും സാധ്യമല്ലാത്ത പ്രാപഞ്ചിക അറിവുകളെ കുറിച്ചുള്ള പഠനമാണ് പാരാസൈക്കോളജി എന്നുള്ള ഈ മേഖലയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ടോ സിദ്ധാന്തങ്ങൾ കൊണ്ടോ ഒന്നും പലതും സമർത്ഥിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ ശാസ്ത്രീയം എന്ന ഉള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കാത്തത്. അപ്പോൾ നിർവചിക്കാനോ കാണാനോ മെഷർ ചെയ്യാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അത് സത്യമല്ലാത്തത് കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ റിമോട്ടുകളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള റിമോട്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അറ്റത്ത് ഒരു ചെറിയ LED കാണാം അല്ലെ? നമ്മുടെ എല്ലാ റിമോട്ടിന്റെയും അറ്റത്ത് LED കാണാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ LED പ്രകാശിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ LED പ്രകാശിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ പറയും, സാർ അതൊന്ന് കാണിച്ചു തന്നെ എന്ന് പറയും. ഞാനിത് അമർത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ വീടുകളിലും റിമോട്ട് ഉണ്ടാകും, എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യും. റിമോട്ടിന്റെ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയും മൊബൈൽ ക്യാമറയിലൂടെ നമ്മളിത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിന്റെ വെളിച്ചം ഒരു വയലറ്റ് നിറത്തില് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കും. പക്ഷേ ഒരു 20 കൊല്ലം മുൻപാണ് ഞാൻ ഇതേ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷേ അത് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. കാരണം അത് അവിടെ വെറുതെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതങ്ങനെ വെളിച്ചം വരികയൊന്നുമില്ല, കത്തുകയൊന്നുമില്ല, നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് കുറേ വ്യക്തികളെങ്കിലും പറയും. പക്ഷെ ഇന്ന് മൊബൈൽ ക്യാമറ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ് ശാസ്ത്രം തന്നെ നമ്മുടെ കൈകളിലേക്ക് തന്നപ്പോ വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം, അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണത്തക്ക വിധത്തിൽ തന്നെ
നമ്മുടെ മുന്നില് അത് തെളിവുകളോടുകൂടി കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇനി ഒരു പക്ഷേ കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രവും അതിന്റെ ഉപകരണങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം കൂടുതൽ വികാസം പ്രാപിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പാരാസൈക്കോളജി എന്നുള്ള നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ ഇപ്പോൾ അറിയാനും മനസ്സിലാക്കാൻ പോകുന്ന അറിവുകളും കൂടുതൽ ഭംഗിയായിട്ട്, കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം സാധിച്ചേക്കും. അപ്പോൾ അത്രയും വരെ അതുവരെ ഈ മേഖലയിൽ പഠനം നടത്തുന്ന വ്യക്തികള് അവരുടെ അനുഭവങ്ങളിലൂടെ എത്തിച്ചേർന്ന ചില നിഗമനങ്ങൾ മാത്രമാണ് ഇവിടെ വസ്തുതകളായിട്ട് നിലനിൽക്കുന്നത്. നോക്കൂ, വ്യക്തികള് വ്യത്യസ്തരായതുകൊണ്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാരീരിക, മാനസികമായിട്ടുള്ള വ്യത്യസ്തതകള് വ്യക്തികളിൽ നിലനിൽക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും അനുഭവങ്ങളും വ്യത്യസ്തമാകാനിടയുണ്ട്. അനുഭവങ്ങൾ വ്യത്യസ്തമാകാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങളിലൂടെ അവരാർജിക്കുന്ന അറിവുകളും തീർച്ചയായിട്ടും ഒരുപക്ഷെ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങളുമാകാം. വ്യത്യസ്തങ്ങൾ മാത്രമല്ല, വൈരുദ്ധ്യങ്ങളുമാകാം. അതായത് പരസ്പര വിരുദ്ധങ്ങളുമാകാം. കാരണം അനുഭവങ്ങളുടെ വ്യത്യസ്തത. അനുഭവങ്ങൾ വ്യത്യസ്തമാകാൻ കാരണം വ്യക്തികളുടെ വ്യത്യസ്തത. അല്ലേ? ഇപ്പൊ ഒരു ക്ലൈമറ്റ് മാറുമ്പോൾ തന്നെ തണുപ്പ് കാലമാകുമ്പോൾ തന്നെ ചില ആളുകൾ അതിനെ ആസ്വദിക്കും. ഹായ് തണുപ്പ്, സുഖം എന്ന് പറയും. എന്നാൽ ചില ആൾക്കാർ പറയും, ഓ എന്തൊരു തണുപ്പാ എന്ന് പറയും. അല്ലേ? ആക്ച്വലി വാസ്തവത്തിൽ തണുപ്പ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അവര് ആസ്വദിക്കുന്ന രീതി, അതിനെ ഉൾക്കൊള്ളുന്ന രീതി, അവരുടെ കാഴ്ചപ്പാടുകൾ, സമീപന രീതികൾ, ഇതാണ് റിസൾട്ടിലെ വ്യത്യാസമായിട്ട് അതാത് വ്യക്തികൾ കണക്കാക്കുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ പ്രേതം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഉണ്ടെന്നറിയാം. അപ്പൊ പ്രേതം എന്നുള്ള വിഷയത്തിൽ പോലും ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന മേഖലയിൽ പഠനം നടത്തുന്ന ചില വ്യക്തികൾ പറയും യെസ് പ്രേതമുണ്ട്. എന്നാൽ ചില വ്യക്തികൾ പറയും നോ, പ്രേതം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, അങ്ങനെ ഒരു വസ്തുതയേ ഇല്ല എന്ന് പറയും. എന്നാൽ മറ്റു ചിലർ പറയുന്നത് പ്രേതമുണ്ട്, പക്ഷെ അത് നമുക്ക് കാണാൻ സാധ്യമല്ല. മറ്റു ചിലർ പറയുന്നത് പ്രേതമുണ്ട്, കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. മറ്റു ചിലർ പറയുന്നത് പ്രേതമുണ്ട്, അത് ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ ഒരു 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 പ്രകാശ രൂപത്തിൽ അതിനെ കാണാൻ സാധിക്കും. ചിലർ പറയും അതോടൊപ്പം ഗന്ധം അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതെല്ലാം ഈ വിധത്തിൽ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെയായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യക്തികൾ പറയുന്നുണ്ട്. അതിന് കാരണം അനുഭവങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് തന്നെയാണ്. എല്ലാ അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചു കൊള്ളണം എന്നുമില്ല. അപ്പോൾ അനുഭവങ്ങളുടെ വ്യത്യസ്തത തന്നെയാണ് ഈ ഈ ഒരു മേഖലയിലെ വ്യത്യസ്തങ്ങളും വൈരുദ്ധ്യങ്ങളുമായിട്ടുള്ള അറിവുകൾ നിലനിൽക്കാനുള്ള കാരണം. ഒരുപക്ഷെ ശാസ്ത്രം ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകളോടുകൂടിയ വസ്തുതകൾ നമുക്ക് ലഭിച്ചേക്കാം. കൂടുതൽ നല്ല ഉപകരണങ്ങൾ കണ്ടെത്തുമ്പോൾ, കൂടുതൽ സിദ്ധാന്തങ്ങൾ രചിക്കപ്പെടുമ്പോൾ എല്ലാം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള, കൂടുതൽ കൃത്യതയാർന്ന അറിവുകൾ നമുക്ക് ഈ മേഖലയിൽ നിന്ന് ലഭിച്ചേക്കാം. അത്രത്തോളം കാലം ഈ വിധത്തിലുള്ള ചില നിഗമനങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പാരാസൈക്കോളജി എന്നുള്ള മേഖലയില് വലിയൊരു മേഖലയില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടെലിപ്പതി, ടെലികൈനസിസ്, സൈക്കോകൈനസിസ്, ഓജോ ബോർഡ്, ഗോസ്റ്റ് ഹണ്ടിങ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇങ്ങനെ ധാരാളം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെ ഒരു കാര്യം മാത്രമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവത്തെ കുറിച്ച് പറയാം. അതായത് ചില വ്യക്തികളെ, സ്ഥലങ്ങളെ, സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതിനു മുൻപ് ഇതേ വിധത്തിൽ ഞാൻ എവിടെയോ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നെല്ലാമുള്ള തോന്നലുകൾ ചില ചില സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. അല്ലെ? ഇതേ വ്യക്തിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല. അപ്പൊ അദ്ദേഹം പറയും നോ, അങ്ങനെ കാണാൻ സാധ്യതയില്ല, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മളിവിടെ നോ 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 നോ, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ എവിടെയാണെന്ന് അറിയാൻ എനിക്കിപ്പോ നിർവാഹമില്ല എന്ന് പറയും. അതുപോലെ തന്നെ ചില ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതേ സ്ഥലത്ത്, ഇതേ സാഹചര്യത്തില് ഞാൻ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന വെള്ള ബോർഡില്ലേ, ഈ ബോർഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തൊപ്പി വെച്ച് നിൽക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതേ കോട്ടിട്ടിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഇതുപോലെ അത് അത് വാർത്ത് വെച്ചതുപോലെ
ഉള്ള ചില അനുഭവങ്ങൾ ചില സമയങ്ങളിൽ നമുക്കുണ്ടാകാറുണ്ട്. ചില വ്യക്തികൾ, അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ സ്ഥലത്ത് ഇതുപോലെ മുൻപ് വന്നിട്ടുള്ളതായിട്ട് ചില തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ ഒക്കെ പോകുമ്പോൾ ചില പഴയ കൊട്ടാരങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ കൊട്ടാരത്തിൽ ഈ ഒരു പ്രതിമയുടെ മുന്നിൽ ഇതിനു മുൻപും ഞാൻ വന്നിട്ടുണ്ട് തുടങ്ങിയ ചില ഓർമ്മകൾ, ചിന്തകളൊക്കെ വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എങ്ങനെ? അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. അതായത് പാരാസൈക്കോളജിയുടെ നിഗമനമുണ്ട്. അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള നിഗമനങ്ങളുമുണ്ട്. നമുക്ക് ഇതിലെല്ലാത്തിലും പോകാം. എല്ലാ വിധത്തിലുള്ള നിഗമനങ്ങളിലേക്കും നമുക്ക് പോകാം. അപ്പോൾ ആദ്യം പാരാസൈക്കോളജി കാഴ്ചപ്പാട് എന്താണ് എന്ന് പറയാം. പാരാസൈക്കോളജി പറയുന്നത് നമ്മള് ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും അതിനുള്ളിലെ ബോധമെന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ വേണമെങ്കിൽ ആത്മാവ് എന്ന് പറയാം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഞാനതിനെ ബോധം എന്ന് വിളിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നാലെ മനസ്സിലായിക്കോളും. ഇപ്പൊ തൽക്കാലം ബോധം എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ആത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊള്ളു. അതായത് ഈ ശരീരത്തിനെ ചൈതന്യവത്താക്കി നിലനിർത്തുന്ന, ജീവസുറ്റതാക്കി നിലനിർത്തുന്ന, ഇതിനെ കരയാനും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഊർജം ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഊർജം ചില പ്രത്യേക സമയങ്ങളിൽ, അത് എപ്പോഴൊക്കെയാണെന്നുള്ള പിന്നാലെ പറയാം, ഈ ശരീരത്തിൽ നിന്നും പുറത്തിറങ്ങും. അപ്പോ ഈ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ ശരീരങ്ങൾ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ശരീരം, അതായത് നമ്മള് ഈ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ എല്ലാത്തിനും പരിമിതികളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോ നമ്മുടെ ഒരു മുറിയുടെ ഉള്ളിലിരിക്കുകയാണ്, നിങ്ങളുടെ റൂമിന്റെ ഉള്ളിലിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്താ കേൾക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദമായിരിക്കും ഏറ്റവും നന്നായിട്ട് ഇപ്പൊ കേൾക്കുന്നത്. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാനിന്റെ ഒച്ചയോ AC-യുടെ ശബ്ദമോ ഒരുപക്ഷെ കുട്ടികളുടെ ശബ്ദമോ ഒക്കെ കേട്ടേക്കാം, മറ്റ് പുറത്തുള്ളവരുടെ ശബ്ദമോ ഒക്കെ കേട്ടേക്കാം. ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീടിന് പുറത്തുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൽ കൂടുതലൊന്നും കേൾക്കാൻ ഒരുപക്ഷെ സാധ്യമല്ല. ഇതിന് കാരണം ഇത്രയൊക്കെ ശബ്ദ തരംഗങ്ങളെ നിങ്ങളുടെ ചുറ്റുപാടിലും ഉള്ളൂ എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് അവിടെ പരിമിതികളുണ്ട്. എന്താ നിങ്ങൾക്ക് പരിധി തീർത്തിരിക്കുന്നത്? നിങ്ങളുടെ ആ മുറിയുടെ ചുവരുകള്, അതുപോലെ ജാലകങ്ങള്, വാതിലുകള്, ഇവയെല്ലാമാണ് നിങ്ങൾക്ക് പരിധികളും പരിമിതികളും തീർത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിധികളെയും ഈ പരിമിതികളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ വ്യക്തതയാർന്ന കൂടുതൽ ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ മുറിയുടെ ഒരു ജാലകം ഒന്ന് തുറക്കുകയാണെന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഒരു ജാലകം തുറക്കുന്ന സമയത്ത് കൂടുതൽ വ്യക്തമായിട്ട് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും, കാഴ്ചകൾ കാണാൻ സാധിക്കും, അല്ലെ? അതെല്ലാം നമ്മൾ മുറിയുടെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ശബ്ദങ്ങൾക്കും പരിമിതിയുണ്ട്, കാഴ്ചകൾ നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മുടെ ചുവരുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. പക്ഷെ ഒരു ജാലകം തുറക്കുമ്പോഴേക്കും കൂടുതൽ ശബ്ദങ്ങളും കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കാഴ്ചകളെ കാണാൻ സാധിക്കൂ, അല്ലെ? പക്ഷേ പുറമേയുള്ള വാതിൽ തുറന്ന്, നിങ്ങളുടെ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ കുറച്ചുകൂടി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്? ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുൻവാതിൽ തുറന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് കൂടുതൽ ശബ്ദങ്ങൾ, ചിലപ്പോൾ രാത്രി സഞ്ചരിക്കുന്ന ചില പക്ഷികളുടെ ശബ്ദം, ചെറിയ ചീവീടുകളുടെ ശബ്ദം, അയൽ വീട്ടിലെ TV വെച്ചിരിക്കുന്ന ശബ്ദം, കുഞ്ഞുങ്ങളുടെ ശബ്ദം, ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം വിശാലമായിട്ട് കാഴ്ചകൾ കാണാൻ സാധിക്കും. റൈറ്റ്? അതിന് കാരണം എന്താ? ഇപ്പോ നമുക്ക് കൂടുതൽ കാഴ്ചകളും കൂടുതൽ ശബ്ദങ്ങളും അനുഭവിച്ചറിയാൻ കാരണം എന്താ? നമ്മുടെ മുറി എന്നുള്ള ഒരു പരിമിതിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ പുറമേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാറ്റ് നമുക്ക് കിട്ടും, കുറച്ചുകൂടി തണുപ്പ് നമുക്ക് കിട്ടും, ചിലപ്പോൾ ചില ഗന്ധങ്ങൾ നമുക്ക് കിട്ടും. ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇതൊന്നും നമ്മുടെ മുറിക്കുള്ളിൽ ഇരുന്ന സമയത്ത് നമുക്ക് അറിയാനോ അനുഭവിക്കാനോ സാധിക്കാതിരുന്നത്, അതൊന്നും അവിടെ ഇല്ലാതിരുന്നത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് നമ്മുടെ മുറി കുറെ പരിമിതികൾ തീർത്തിരുന്നു, അതുകൊണ്ടാണ്. റൈറ്റ്? ഇതുപോലെ തന്നെ നമ്മുടെ ശരീരം തീർത്തിരിക്കുന്ന ഈ പരിമിതിയിൽ നിന്നും ഈ ശരീരത്തിനുള്ളിലെ ബോധം
പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എങ്കിൽ, അതായത് ഈ ശരീരം എന്നുള്ള പരിമിതിക്ക് പുറത്തേക്ക്, പരിമിതി അതിജീവിക്കാൻ ഇതിനുള്ളിലെ ബോധത്തിന് അല്ലെങ്കിൽ ആത്മാവിന് സാധിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതിനുള്ളിൽ നിന്ന് അനുഭവിക്കാനോ അറിയാനോ സാധിക്കാതിരുന്ന എന്തൊക്കെയോ ചില പുതിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കാനും അറിയാനുമെല്ലാം തീർച്ചയായിട്ടും സാധിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ? സാധാരണഗതിയിൽ അത് പറയുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ അത്യഗാധമായിട്ടുള്ള സമയങ്ങളില് നമ്മുടെ ബോധം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവ്. നമ്മുടെ ബോധം നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും സാവധാനം പുറത്തേക്ക് എത്തുമത്രേ. ശരീരത്തിൽ നിന്നും ബോധം പുറത്തേക്ക് എത്തുമത്രേ. അപ്പൊ പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വേർപെട്ടിട്ടല്ല. പൂർണ്ണമായിട്ടും വേർപെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരണം എന്നാണ്. അപ്പോ പൂർണ്ണമായിട്ടും വേർപെട്ടിട്ടല്ല, മറിച്ച് ഒരു കുട്ടി ഒരു പട്ടം പറത്തുന്ന സമയത്ത് കുട്ടിയും പട്ടവും തമ്മിൽ ഒരു ത്രെഡിന്റെ, ഒരു നൂലിന്റെ ബന്ധമുണ്ടാകും. അതുപോലെ തന്നെ ഈ ശരീരവും ബോധവും തമ്മിലും ഒരു നൂലിന്റെ ബന്ധമുണ്ടാകും. ഈ നൂലിനെ പൊതുവിൽ പാരാസൈക്കോളജിയിൽ പഠനം നടത്തുന്ന ആൾക്കാര് സിൽവർ ത്രെഡ് എന്നാണ് പറയുന്നത്. സിൽവർ ത്രെഡ്, ഒരു സിൽവർ, ഒരു വെള്ളിയുടെ നിറം തന്നെയായിരിക്കും അതിന് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആരൊക്കെ കൈകൾ ഉയർത്തുന്നുണ്ട്? അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വരാം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ നമ്മുടെ ഈ ഫ്ലോ വിട്ടുപോകും. എനിവേ, അപ്പോ ഈ ശരീരത്തിൽ നിന്നും ബോധം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് എവിടെ വേണമെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ പ്രകാശത്തെക്കാൾ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കാഴ്ചകൾ അവിടെ കാണാൻ പറ്റും. നോക്ക്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ റൂമിന്റെ ഉള്ളിൽ നിന്നും പുറത്ത് ജസ്റ്റ് ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടു. അവിടെ നിന്ന് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും കുറെ അധികം കാഴ്ചകൾ കണ്ടു, അല്ലെ? ഇനി നമ്മൾ വീടിന്റെ മുകളിൽ കയറി നോക്കിയാലോ, വീണ്ടും കുറച്ചുകൂടി കാണാൻ സാധിക്കും. പക്ഷെ ഒരു പട്ടം പറത്തുന്ന സമയത്ത് ആ പട്ടത്തില് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വിടുകയാണെന്നിരിക്കട്ടെ, എത്രമാത്രം കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെ? ഒരുപാട് അനന്തമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള വിധത്തിലുള്ള ധാരാളം കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോധം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തും ഇതുപോലെയുള്ള അസാധാരണമായ വിധത്തിലുള്ള കാഴ്ചകളും അനുഭവങ്ങളുമെല്ലാം അതിന് അറിയാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ശരീരപരിമിതിക്ക് ഉള്ളിൽ നിന്നും ബോധം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ ഭാഗമാകും, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാഗമാകും. പ്രപഞ്ചത്തിന്റെ, അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിന്റെ ഒരുപാട് സവിശേഷതകളിൽ ഒന്ന് എന്ന് പറയുന്നത് അവിടെ അനന്തമായിട്ടുള്ള അറിവുകളുണ്ട്. അനന്തമായിട്ടുള്ള അറിവുകളും വിവരങ്ങളും എന്ന് പറയുമ്പോൾ, ഒന്ന് കഴിഞ്ഞു പോയിരിക്കുന്ന അറിവുകള്, രണ്ട് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അറിവുകളും വിവരങ്ങളും, മൂന്ന് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ കരട് രൂപരേഖ. ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ കരട് രൂപരേഖ, ഇതെല്ലാം ഈ പ്രപഞ്ചബോധത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ശരീരം എന്നുള്ള പരിമിതിയിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചേരുകയും അവിടെ പ്രപഞ്ചബോധവുമായിട്ട് വിലയം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അറിവുകളുമായിട്ടുള്ള ഒരു താദാത്മ്യം പ്രാപിക്കൽ, ഒരു ഇഴുകിച്ചേരൽ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ യാത്രക്കിടയിൽ ഈ പറഞ്ഞ അദൃശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ബോധത്തിന്റെ യാത്രക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം സ്ഥലങ്ങള്, സാഹചര്യങ്ങള്, ഇതെല്ലാം ഈ ബോധത്തിൽ പതിയപ്പെടും. മനസ്സിലായോ? ഒരു ക്യാമറ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് അതിൽ റെക്കോർഡാകപ്പെടും എന്നുള്ളത്. മൂന്നാമത്തെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചബോധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന അറിവുകള്, ആശയങ്ങള്, വിവരങ്ങള്, അതുപോലെ ഇനി സംഭവിക്കാൻ പോകുന്ന അറിവുകളുടെ, അല്ലെങ്കിൽ സംഭവങ്ങളുടെ കരട് രൂപരേഖ, ഇതെല്ലാം ഇതിന് സ്വാഭാവികമായിട്ടും ഡീകോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അറിയാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളുമോട് കൂടി ഈ വ്യക്തി ഉണരുന്ന സമയത്ത് സാവധാനം ഈ പറയുന്ന ബോധം ആ ശരീരത്തിലേക്ക് മടങ്ങിയെത്തും.
ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞു ഈ ശരീരവും ഈ ബോധവും തമ്മില് ഒരു സിൽവർ ത്രെഡ് എന്ന സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു 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 ബന്ധം തമ്മിലുണ്ട്. ഒരു കുട്ടി പട്ടം പറത്തുന്ന സമയത്ത് കുട്ടിയും പട്ടവും തമ്മില് നൂലിന്റെ പോലെയുള്ള ഒരു ബന്ധം തമ്മിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ഈ വ്യക്തിയെ ആരെങ്കിലും തട്ടി വിളിക്കുകയോ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന ബോധത്തിന് ശരീരത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും. അതുപോലെ തന്നെ തിരിച്ചും ഈ ബോധത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായാൽ അത് ശരീരത്തിലും പ്രതിഫലിക്കും. ഈ 2 കാര്യങ്ങളും ഒരുപക്ഷേ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ഒരുപക്ഷേ നമ്മള് ഉറക്കത്തിന്റെ അഗാധമായിട്ടുള്ള ഉറക്കത്തിൽ കിടക്കുന്ന സമയം ആരെങ്കിലും നമ്മളെ വന്ന് തട്ടി പെട്ടെന്ന് വിളിച്ച് ഉണർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണരുമ്പോൾ നമുക്ക് ഒരല്പം പോലും സ്ഥലകാല ബോധമില്ലാതിരിക്കുക. സ്ഥലകാല ബോധം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ തോന്നുക, "ഹേ, ഞാൻ വേറെ എവിടെയോ ആയിരുന്നല്ലോ, വേറെ ആരുടെയൊക്കെയോ കൂടെയായിരുന്നല്ലോ, വേറെ എന്തൊക്കെയോ അനുഭവിക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ഇത് എവിടെയാണ്? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്?" തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് മനസ്സിൽ വെക്കുക. ഉണ്ടായിട്ടുണ്ട് എങ്കില് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കൂ. യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കൂ. ഒന്ന്. ഇനി അതുപോലെ തന്നെ തിരിച്ചും ചിലപ്പോ ഉറങ്ങിക്കിടക്കുന്ന ചില വ്യക്തികളെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് അസാധാരണമായ വിധത്തിൽ മുരളുകയും മൂളുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോ ഒരു പക്ഷേ അത് അവര് കണ്ടിരിക്കുന്ന ഏതെങ്കിലും സ്വപ്നത്തിലൂടെയും ആകാം. പക്ഷെ അതിനപ്പുറം അവർ ഉണർന്നു കഴിയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്തെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ അവര് ചിലപ്പോ പറയും എന്തെങ്കിലും പേടിയുള്ള സ്വപ്നം കണ്ടിരുന്നോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടിരുന്നോ എന്ന് പറയും. ചിലപ്പോ ഏയ് ഒന്നും ഉണ്ടായില്ല എന്ന് പറയും. ഒന്നും ഉണ്ടായില്ല എന്ന് ആരാ പറയുന്നത്? അവരുടെ ബോധം. ആരാ? കോൺഷ്യസാ പറയുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നതും ആരാ? സബ് കോൺഷ്യസ്, ഉപബോധ മനസ്സ്. ഹിപ്നോസിസിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിരിക്കുന്നവർക്ക് അറിയാം വളരെ കൃത്യമായിട്ട് തന്നെ. സബ് കോൺഷ്യസ് ആയത് അനുഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഒന്നുകൂടി അറിയാം. എന്ത്? ഒരു വ്യക്തി ഉറങ്ങുന്ന സമയത്ത് കോൺഷ്യസ് അവിടെ ഉണ്ടാവില്ല, ബോധം അവിടെ ഉണ്ടാവില്ല എന്നറിയാം ഒന്ന്. എന്നാൽ അതേ സമയം ഉപബോധം അതിന്റെ പൂർണ്ണമായിട്ടുള്ള സ്ട്രെങ്തില് അവിടെ നിലനിൽക്കുന്നുണ്ടാകും എന്നും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവിച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതുമെല്ലാം ഈ പറയുന്ന ഉപബോധ തലമാണ്, ഉപബോധ മനസ്സായിരിക്കും. അതുപോലെ തന്നെ തിരികെ ഈ പറയുന്ന ബോധം, ഈ ഉണർവിന്റെ സമയത്ത് ഈ പറയുന്ന ബോധം തിരികെ ഈ ശരീരത്തിലേക്ക് ഈ വിവരങ്ങളുമായിട്ട് എത്തുന്ന സമയത്തും ആരാ ഉണ്ടാകാതിരിക്കുന്നത്? ബോധതലം ഉണ്ടാവില്ല. ബോധതലം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് അവിടെ ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് ആരാ? സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്, ഉണർന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇവിടുന്ന് കിട്ടിയ പ്രാപഞ്ചികമായിട്ടുള്ള തലത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും അറിവുകളും എല്ലാം സബ് കോൺഷ്യസിലായിരിക്കും അന്നേരം സേവ് ചെയ്യപ്പെടുക. കോൺഷ്യസിന് ഇതിനെക്കുറിച്ച് അറിയുകയേയില്ല. ഒരല്പം പോലും ബോധം അവിടെ ഉണ്ടാവില്ല. കോൺഷ്യസിന് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഉണർന്നു കഴിഞ്ഞാൽ സാധാരണഗതിയില് ഇതൊന്നും ബോധതലത്തിൽ അവശേഷിക്കില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില അറിവുകൾ വന്നതായിട്ടോ ഉള്ള യാതൊരു ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടാകാറില്ല സാധാരണഗതിയില്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഈ വിധത്തിലെ ഏതെങ്കിലും അനുഭവങ്ങള് സ്വപ്നരൂപേണയോ മറ്റേതെങ്കിലും വിധത്തിലോ നിങ്ങള് രാത്രി ഉറക്കത്തിനിടയിൽ അനുഭവിക്കുകയും അറിയുകയും അതിനിടയിൽ തന്നെ ഉണരുകയും ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ ഉണരുന്ന അതേ മാത്രയില് നിങ്ങൾക്ക് ഈ കണ്ടതെല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാവും. ഞാൻ ഇതെല്ലാം കണ്ടു, ഇതെല്ലാം അറിഞ്ഞു, ഇതെല്ലാം അനുഭവിച്ചു. കൊള്ളാം. ഇതിന്റെ ബാക്കി രാവിലെ ഉണരുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാനിത് ആരെയെല്ലാമാണ് കണ്ടത്? എന്തെല്ലാമാണ് കണ്ടിരിക്കുന്നത്? എന്തെല്ലാമാണ് അനുഭവിച്ചിരിക്കുന്നത്? എന്നുള്ളത് രാവിലെ ഉണരുന്ന സമയത്ത് ഒന്ന് കൂടുതൽ വിശകലനം ചെയ്യണം എന്ന് കരുതിയായിരിക്കും വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നത്. എന്നാൽ രാവിലെ ഉണർന്നു കഴിയുമ്പോഴേക്കും പലപ്പോഴും ഒന്നുകിൽ എന്നല്ല ഭൂരിഭാഗം സമയങ്ങളിലും നിങ്ങൾക്ക് ആ സമയത്ത് എന്താണ് കണ്ടത് എന്ന് പോലും ഓർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. 1. 2, അങ്ങനെ ഒന്ന് കണ്ടിരുന്നു. അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ചിന്തയിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും.
മനസ്സിലാവുന്നുണ്ടോ? ഒന്ന്, അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചേ ഉള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവില്ല. അതല്ലെങ്കിൽ വരെ ഞാൻ എന്തൊക്കെയോ കണ്ടിരുന്നു. പക്ഷെ എന്താണ് എന്നുള്ള ഒരു ബോധം അല്പം പോലും അവശേഷിക്കാത്ത ഒരവസ്ഥയും വരും. ഈ 2 വിധത്തില്. പിന്നെ അപൂർവം ചില വ്യക്തികളിൽ മാത്രം, അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില വ്യക്തികളിൽ മാത്രം ആ ഡാറ്റകൾ നിലനിൽക്കും. അവരത് പറയും. അവരത് പറയുകയോ അവരുടെ മനസ്സിലുണ്ടാവുകയോ ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികള് ചിലപ്പോ പറയാറുണ്ട് എന്ത്? "എന്റെ എല്ലാ സ്വപ്നങ്ങളും, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ചില സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നു" എന്ന്. ഞാൻ കാണുന്ന ചില സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്ന് ചില വ്യക്തികൾ പറയാറുണ്ട്. ആ വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലിട്, നമുക്ക് നോക്കാലോ. അതായത് നിങ്ങൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങള് അതേമാതിരി യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ഒന്ന്. അതിന് കാരണമെന്താ? അത് യാഥാർത്ഥ്യമാകാനുള്ള കാരണമെന്താ? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രപഞ്ചബോധത്തില് നാളെ നടക്കാനുള്ള, ഇനി നടക്കാനുള്ള കാര്യങ്ങളുടെ, സംഭവങ്ങളുടെ ഒരു കരട് രൂപരേഖ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ആ കരട് രൂപരേഖയാണ് നിങ്ങള് ഒരിക്കൽ ഈ സ്വപ്ന രൂപേണ നിങ്ങളവിടെ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉറക്കത്തിന്റെ അഗാധമായിട്ടുള്ള തലങ്ങളില് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ബോധം പുറത്തേക്ക് പോവുകയും ആ ഡാറ്റകളെ കാണുകയും അനുഭവിക്കുകയും ഡീകോഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും എന്തോ ചില സവിശേഷതകൾ കൊണ്ട് നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ സാധിക്കുകയും ആ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ അനുഭവങ്ങളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുകയും ചെയ്യുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇനി മറ്റൊരു വിഭാഗം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർമ്മയുണ്ടാവില്ല, ഓർത്തെടുക്കാൻ സാധ്യമല്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു സാഹചര്യത്തില് അവരെത്തിച്ചേരുന്ന സമയത്ത് അവർക്ക് തോന്നും, അയ്യോ, ഇത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇതേ വിധത്തിൽ, ഇതേ കൃത്യതയോടുകൂടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നും. അതെന്തുകൊണ്ടാ തോന്നുന്നത്? അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ആക്ച്വലി ആ ഡാറ്റ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? സബ് കോൺഷ്യസിൽ, ഉപബോധത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഷ്യസില് അതിന്റെ പ്രതിഫലനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സംഭവം, ആ സാഹചര്യം, ആ വ്യക്തി, ഇവയെല്ലാം കണ്ട സമയത്ത് ഈ കോൺഷ്യസിന് അത് ഓർമ്മ വന്നു. എവിടെയോ കണ്ടല്ലോ. അത് ആ ഒരു ട്രിഗറിങ് വന്നപ്പോ, ഒരു ഓർമ്മപ്പെടുത്തൽ വന്നപ്പോ. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്. എൽകെജിയിലെ അല്ലെങ്കിൽ നഴ്സറിയിലെ പഠിച്ച ഒരു പാട്ട് പാടാമോ എന്ന് ഞാൻ ചോദിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങളിൽ അധികം പേർക്കും അറിയില്ല. നഴ്സറിയിലെ, എൽകെജിയിലെ എന്തൊക്കെയോ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് ഞാൻ പറയും. എന്ന് പൊതുവിൽ പറയും. എന്നാൽ ഞാനിപ്പോ ഒരു ഒരു പാട്ട് നമ്മൾ കേൾക്കുകയാണ്. 'ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ' എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേൾക്കുകയാണെന്നിരിക്കട്ടെ. ഈ വരികൾ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇതേ വരികൾ ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു പക്ഷെ നമുക്ക് ഓർമ്മ വരും. മാത്രമല്ല, അത് ആ വരികളുടെ പിന്നാലെ, അല്ലെങ്കിൽ ആ ഓർമ്മകളുടെ ചുവടുപറ്റി പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അന്ന് പഠിച്ച ആ ക്ലാസ് റൂം, ആ ബെഞ്ച്, കൂടെയുണ്ടായിരുന്ന കുട്ടികള്, കൂടെയുണ്ടായിരുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, ആ സാഹചര്യം, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആ ഓർമ്മകള് ഉണർത്തപ്പെടുകയാണ് ചെയ്തത് ആ വരികളിലൂടെ. അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് അതാത് സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വിധത്തില്, എത്തിച്ചേരുന്ന സമയത്ത് ഈ ഓർമ്മകൾ ഉണർത്തപ്പെടും. അതായത് ഉപബോധതലത്തിലുണ്ടായിരുന്ന ആ ഡാറ്റകളുടെ പ്രതിഫലനം ബോധതലത്തിലേക്ക് വരികയും ബോധതലത്തില് അത് കൂടുതൽ വികാസം പ്രാപിച്ചുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും എല്ലാം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ വിധത്തിലാണ് ചില വ്യക്തികളെയും സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയൊക്കെ കാണുമ്പോ നമ്മൾ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ അനുഭവിച്ചിട്ടുണ്ടല്ലോ, എവിടെയോ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ഇനി അതുപോലെ തന്നെ പൗരാണികര് പറയാറുണ്ട്, ഈ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന്. എന്താ ഈ പുലർച്ചെ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്? അതായത് ഈ പുലർച്ചെ എന്നുള്ള സമയമായിരിക്കും സാധാരണഗതിയില് നമ്മുടെ ഉറക്കത്തിന്റെ അത്യഗാധമായിട്ടുള്ള സമയമെന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ ആ സമയത്താണ് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ശരീരത്തിൽ നിന്നും ബോധം പുറത്തേക്ക് പോവുകയും ആ വിധത്തിലുള്ള കാര്യങ്ങളെ, ഡാറ്റകളെ ഡീകോഡ് ചെയ്യുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ നോക്ക്, നമ്മുടെ നമ്മുടെ ചുറ്റുപാടും എത്രയോ വിധത്തിലുള്ള സിഗ്നലുകള് സഞ്ചരിക്കുന്നുണ്ട്.
ഫ്രീക്വൻസി മോഡ് FM സ്റ്റേഷന്റെ സിഗ്നലുകൾ സഞ്ചരിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ വയർലെസ് സിഗ്നലുകൾ സഞ്ചരിക്കുന്നുണ്ടാകും. TV സ്റ്റേഷന്റെ സിഗ്നലുകൾ സഞ്ചരിക്കുന്നുണ്ടാകും. ഇങ്ങനെ ധാരാളം വിധത്തിലുള്ള സിഗ്നലുകൾ സഞ്ചരിക്കുന്നുണ്ടാകും. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നേയില്ല. ഞാൻ പറഞ്ഞു ധാരാളം FM സ്റ്റേഷന്റെ സിഗ്നലുകൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പാട്ടും നമ്മൾ കേൾക്കുന്നില്ല. നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. അത് സിഗ്നലുകൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു FM റേഡിയോ ഉണ്ടായിരിക്കുകയും FM റേഡിയോ ഉണ്ടായിരുന്നാലും പോരാ, പിന്നെയോ കൃത്യമായിട്ട് ആ സ്റ്റേഷൻ അതാത് സ്റ്റേഷൻ ട്യൂൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയും നമ്മുടെ ട്യൂണിങ് ഫ്രീക്വൻസിയും ഒന്നായി തീരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ശരീരത്തിനുള്ളിൽ ഈ ബോധമിരിക്കുന്ന സമയത്ത് ശരീരം കൊടുക്കുന്ന അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ തീർത്തിരിക്കുന്ന പരിമിതികൾ കാരണം ഇതൊന്നും അറിയാനോ അനുഭവിക്കാനോ ഒക്കെ കഴിയാതെ പോകുന്നു. എന്നാൽ ശരീരപരിമിതി എന്നുള്ള ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കുന്ന സമയത്ത് ഈ പറയുന്ന അനുഭവങ്ങൾ അതിൻ്റെ അതേ തരംഗ ദൈർഘ്യവുമായിട്ട് അല്ലെങ്കിൽ അതേ ഫ്രീക്വൻസിയുമായിട്ട് അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയും, പ്രകമ്പനം എന്നൊക്കെ പറയാറുണ്ട്, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നമ്മുടെ ബോധത്തിന് സാധിക്കുമ്പോൾ ആ അറിവുകൾ തീർച്ചയായിട്ടും ഡീകോഡ് ചെയ്യാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ അതിന് സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നത് എന്നുള്ളതാണ് പാരാസൈക്കോളജിന്റെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള വശം ഒന്ന്. ഇനി പാരാസൈക്കോളജിയുടെ തന്നെ മറ്റൊരു വശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും ഉണ്ട്, പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹിപ്നോസിസിൽ മനസ്സിലാക്കിയിരിക്കുന്ന കോസ്മിക് കോൺഷ്യസ് മൈൻഡ്, പ്രപഞ്ചബോധ മനസ്സ്. അപ്പൊ അത് ഉണ്ട് എങ്കിൽ അതുമായിട്ടുള്ള ഒരു താതാത്മ്യം പ്രാപിക്കലിലൂടെ ഈ പറഞ്ഞ വിധത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും നമുക്ക് ആർജിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ വിധത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും നമുക്ക് ആർജിക്കാൻ സാധിക്കും. എങ്ങനെയാ? ഈ പറഞ്ഞ ഈ പ്രപഞ്ചബോധവുമായിട്ടുള്ള അല്ലെങ്കിൽ ഉപബോധവുമായിട്ടുള്ള ബന്ധത്തിന് ഇപ്പൊ ആരാ വിലങ്ങുതടിയായിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കോൺഷ്യസ് തീർത്തിരിക്കുന്ന പരിമിതികൾ കൊണ്ടാണ് ഉപബോധവുമായിട്ടും അബോധവുമായിട്ടും അതുപോലെ തന്നെ പ്രപഞ്ചബോധവുമായിട്ടും നമുക്ക് ബന്ധപ്പെടാൻ നേരിട്ട് സാധിക്കാതിരിക്കുന്നതിന് കാരണം. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടുള്ള ഉറക്കത്തിന്റെ അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള ഉറക്കത്തിന്റെ സമയത്ത് കോൺഷ്യസ് മാറും. കോൺഷ്യസ് തീർത്തിരിക്കുന്ന ഈ പരിമിതികളും അവിടെ ഭേദിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഉപബോധവും അബോധവും പ്രപഞ്ചബോധവും തമ്മിലുള്ള ഒരു വിലയം പ്രാപിക്കലും അവിടെ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലൂടെയും ഈ പറഞ്ഞ വിധത്തിലുള്ള അനുഭവങ്ങളും അറിവുകളും എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും. ഇതൊക്കെയാണ് അവിടെ സാധാരണഗതിയിൽ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾക്ക് ഇടയാകുന്നത് എന്നുള്ളതാണ് പാരാസൈക്കോളജിയുടെ കാഴ്ചപ്പാട്. ഞാൻ ബാക്കി സയന്റിഫിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ ചാറ്റുകൾ വന്നിരുന്നു, അതുകൂടി ഒന്ന് നോക്കട്ടെ. ഉണർന്നിരിക്കുമ്പോൾ അറിയാതെ വരുന്ന ചിന്തകൾ പിറ്റേ ദിവസമോ അടുത്തുള്ള ദിവസം. ഇത് ഒരു ചോദ്യം വന്നിരിക്കുന്നത്, സ്വപ്നമായില്ല, ഉണർന്നിരിക്കുമ്പോൾ അറിയാതെ വരുന്ന ചിന്തകൾ പിറ്റേ ദിവസമോ അടുത്തുള്ള ദിവസങ്ങളിലോ സംഭവിക്കുന്നു, ഇതിനെ എങ്ങനെ വിലയിരുത്താം? നോക്കൂ, ഉണർന്നിരിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. സ്വപ്നമായില്ല, ഉണർന്നിരിക്കുമ്പോൾ അറിയാതെ വരുന്ന ചിന്തകൾ. ഈ അറിയാതെ എന്ന് പറയുമ്പോൾ ആരറിയാതെയാണ് വരുന്നത്? പറയാമോ ആർക്കെങ്കിലും? ആരറിയാതെയാ വരുന്നത്? മ്യൂട്ടാണ്. കോൺഷ്യസ് അറിയാതെയാണ് വരുന്നത്. അതിനർത്ഥം എന്താ? നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ബോധം ഒന്ന് പിൻവലിഞ്ഞിരിക്കുന്നു എന്തോ കാരണം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഉപബോധം അവിടെ ആക്റ്റീവായിരിക്കുന്നു. അതിലേക്ക് നേരത്തെ എപ്പോഴോ വന്നിരിക്കുന്ന വിവരങ്ങള് പുറത്തേക്ക് പ്രതിഫലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇതിനു മുൻപ് എപ്പോഴോ ഏതോ വിധത്തിൽ നിങ്ങളുടെ ഉപബോധത്തിലേക്ക് ആ ഡാറ്റകൾ വന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ആ സമയത്ത് നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒന്നിലേക്ക് കൂടി പോട്ടെ. ഒരിക്കലും ക്ഷേത്രത്തിൽ ആദ്യമായി പോയി അവിടെ ചെന്നപ്പോൾ 1 മാസം. യെസ്, അടുത്തത് തന്നെയാണ് ക്ഷേത്രത്തിൽ പോയപ്പോൾ അതിനു മുൻപ് സംഭവിച്ചിരിക്കുന്നതായിട്ട്. ഒരു പക്ഷേ അതിന് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല.
പറയാം. ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത്, ഇതേ സ്ഥലത്ത് ഞാൻ ഇവിടെ ഇതിനു മുൻപ് വന്നിട്ടുണ്ട്. നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ച് ചില ദേവാലയങ്ങളിലെ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന പ്രത്യേകിച്ച് പൗരാണികമായിട്ടുള്ള ഒരുപാട് പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മളവിടെ പോകുന്നത്. പക്ഷെ അവിടെ നല്ല പരിചയം. നമുക്കറിയാം ഈ ചുവര് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആ വളവ് കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇനി അതല്ലാതെ സംഭവിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നാലെ വരാം. വളരെ കൃത്യമായിട്ട് ഈ വളവ് കഴിഞ്ഞാൽ അവിടെ എന്താണുള്ളത്? ആ കുളം കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താണുള്ളത്? ഇതെല്ലാം നമുക്ക് വളരെ കൃത്യം അവിടെ ചെല്ല് കഴിയുമ്പോഴല്ല. നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ ചിലപ്പോൾ പറയും, "ഈ വളവ് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഒരു കുളമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ അപ്പുറം വലിയൊരു പ്രതിമ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൈയുടെ ഭാഗം ഒന്ന് വളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കൈയിന്റെ ഭാഗം ഒന്ന് ചരിഞ്ഞിട്ടാണ്. അവിടെ അല്ലെങ്കിൽ 2 കൈകളിലായിട്ട് 4 വിളക്ക് പിടിച്ചിട്ടുണ്ട്." ഇതെല്ലാം നമ്മൾ പറയും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കൃത്യം അതായിരിക്കും. ഇതിന്റെ എല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. മറ്റൊരു കാരണം ഒരുപക്ഷേ പൂർവജന്മ സ്മൃതികളുടെ ചില ഉണർവുമാകാം. പൂർവജന്മ സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അത് വിശദീകരിച്ച് പോകുന്നില്ല. ഹിപ്നോസിസിന്റെ ക്ലാസ്സിൽ ഞാനത് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ, മുൻപ് ഏതെങ്കിലും ജന്മത്തിൽ ഒരു പക്ഷേ നമ്മൾ ആ സ്ഥലത്ത് ആ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാകാം. ആ ബോധം അത് ആ ഇടത്തെത്തിയപ്പോ ഉണർന്നതുമാകാം. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ. അതേ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യൂ. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. എനിവേ, അപ്പോ ആ വിധത്തിലും സംഭവിക്കാം. ഇനി അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചില വ്യക്തികളെ കാണുന്ന സമയത്ത് ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്, നിങ്ങളോട് നല്ല അടുപ്പം തോന്നുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെയാകാം. ഇനി അതല്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ഏതെങ്കിലും പൂർവ്വജന്മങ്ങളില് ഒപ്പമുണ്ടായിരുന്ന വ്യക്തികളുമാകാം. അപ്പൊ ഒപ്പമുണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാൻ നല്ല പരിചയമുണ്ടെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ഭൗതിക ശരീരത്തോടുള്ള അടുപ്പമോ പരിചയമോ അല്ല തോന്നുന്നത്. മറിച്ച് അവരുടെ ആ ബോധത്തോട് അല്ലെങ്കിൽ ആന്തരിക ചൈതന്യത്തോട് തോന്നുന്ന അസാധാരണമായ വിധത്തിലുള്ള അടുപ്പം, ഇന്റിമസി, അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ സാമാന്യ ബോധത്തിന് ഉൾക്കൊള്ളാനോ അറിയാനോ ഒന്നും സാധിച്ചൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ സാമാന്യ ബോധം ഭൗതികമായിട്ടുള്ള കാഴ്ചയുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് അത് പറയുന്നത്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ എന്ന് പറയുമ്പോൾ എന്താ, ഈ മുഖം ഈ ഈ വിധത്തിലുള്ള ഭൗതിക ശരീരത്തെ കണ്ടിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും വരുന്നത്. പക്ഷെ ഭൗതിക ശരീരത്തെ ആയിരിക്കില്ല വാസ്തവത്തിൽ അവർ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും ആന്തരിക ആത്മാവിനെ ആയിരിക്കും, ആന്തരിക ചൈതന്യത്തെ ആയിരിക്കും. ഇങ്ങനെയും വരുന്നുണ്ട്. PLRന്റെ പാസ്റ്റ് ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ വരുന്ന മാർച്ചില് 4 ദിവസത്തെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ട്രെയിനിങ് ഉണ്ട് തിരുവനന്തപുരത്ത്. 7, 8, 9, 10 തീയതികളിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. കോർഡിനേറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കോർഡിനേറ്റർ നമ്പർ ഒന്ന് എഴുതി വെച്ചു. ആവശ്യമെങ്കിൽ 7510164997. ആരെങ്കിലും ഒന്ന് ചാറ്റിലിട്ടോ. 7510164997 ഒന്ന് ചാറ്റിൽ ആരെങ്കിലും ഇട്ടോളൂ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് കിട്ടും. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിശീലനമായിരിക്കും. ഹിപ്നോസിസിന്റെ ബേസിക് മുതൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെ എക്സ്ട്രീം ലെവൽ വരെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം. ശരി, ആവട്ടെ. ഒരു ചാറ്റും കൂടി ആരോ കൊടുത്തിരിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്നമായും ഇൻറ്റ്യൂഷനായും കാണുന്നു. നെഗറ്റീവ് ഇൻറ്റ്യൂഷൻ സിറ്റുവേഷനെ എങ്ങനെ മറികടക്കാം? അതായത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സ്വപ്നമായിട്ടും ഇൻറ്റ്യൂഷനായിട്ടും കാണുന്നു എന്നുള്ളത്. നോക്കൂ, ഇവിടെ നമുക്ക് വേണ്ടത് ആത്മീയമായിട്ടുള്ള ഒരു പക്വതയാണ് വേണ്ടത്. നമ്മള് കേട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ത്രികാലജ്ഞാനം. ത്രികാലജ്ഞാനം കേട്ടിട്ടില്ലേ? ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയും ഭൂതവും വർത്തമാനവും മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് സാധാരണഗതിയിൽ ത്രികാലജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങള്, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ്സ് ഓക്കെ. മറ്റു ചില കാര്യങ്ങള് അവർക്ക് ആകുലതകൾ ഉണ്ടാക്കും. അത് പലർക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത തന്നെയാണ്. എന്നാൽ ഈ പറയുന്ന ഒരു കഴിവെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം തന്നെ അവരിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അത് ചില വ്യക്തികളിൽ സംഭവിച്ച് കാണാറുണ്ട്. മനസ്സിലായി? ഇപ്പൊ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നേരത്തെ അറിയാൻ സാധിച്ചാൽ ഇവരൊക്കെ എങ്ങനെയെങ്കിലും നേരത്തെ ഒരു ഇൻറ്റ്യൂഷനായിട്ടോ സ്വപ്നമായിട്ടോ 510 9996 തന്നെയാണോ?
എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് കോർഡിനേറ്റർ ആരെങ്കിലും അറിയുന്ന ആൾക്കാർ ഒന്ന് ഇട്ടോ കേട്ടോ. ഒരു 4997 ആണെന്ന് സംശയമുണ്ട്. അതിന് 7 ആണ് സാർ. 7 ആണ്. അപ്പൊ ഒന്ന് മാറ്റിയിട്ടോളൂ. അല്ലെങ്കിൽ തന്നെ ബോധമില്ലാതിരിക്കുക, അതിനിടയിൽ കൺഫ്യൂഷൻ അടുപ്പിക്കുകയാണ്. ശരി. ബോധമില്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. മറ്റൊരു ബോധത്തിൽ ഇരുന്നിട്ടാണ് പലപ്പോഴും പാരാസൈക്കോളജി സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ബോധം എന്ന് പറയുമ്പോഴും പറയാ മീൻസ് പ്രപഞ്ചബോധം. അതന്നെ. എനിവേ ഞാൻ പറഞ്ഞു വന്നത്, വിഷയം മാറി. ഞാൻ പറഞ്ഞു വന്നത് എവിടെ പറഞ്ഞു നിർത്തിയത്? ഓർപ്പിച്ചേ. ആത്മീയമായ പക്വത ഇല്ലാത്ത കാര്യം. എക്സാക്ട്ലി. ആത്മീയമായ പക്വത. ആത്മീയമായ പക്വത എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളൊരു പക്ഷേ സുഖം എന്ന് കരുതുന്നതും അതിനപ്പുറം ദുഃഖം എന്ന് കരുതുന്നതും ഇതെല്ലാം അനുഭവങ്ങളാണ്. കേവലം അനുഭവങ്ങൾ മാത്രമാണ്. കേവലം അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അവ നമ്മൾ അറിവുകളിലേക്ക് തുറക്കുന്ന വാതിലുകൾ മാത്രമാണത്. ഒരു ഉദാഹരണത്തിന് ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്, പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിലും കോളേജിലും സ്കൂളുകളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു എക്സാം, പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഭയമായിരുന്നു, അതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒരു പാഠം പഠിച്ചിട്ട് വരാൻ പറയുമ്പോൾ അതും നമ്മളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ അന്ന് നമുക്ക് കിട്ടിയിരുന്ന ശിക്ഷണങ്ങള്, വഴക്ക്, തല്ല്, പിച്ച്, ഇതെല്ലാം അധ്യാപകരിൽ നിന്ന് കിട്ടിയിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം അന്ന് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു, ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. അന്നത്തെ ദിവസം പനിയാണ്, ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരുന്നിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇത്രയും അറിവുകൾ നേടി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് നോക്കൂ, അന്ന് ആ അധ്യാപകൻ ശിക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വാസ്തവത്തിൽ ആ വേദനയ്ക്ക് അപ്പുറം എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്? അറിവുകൾ കിട്ടിയിട്ടില്ലേ? ഇല്ലേ? അന്നൊരു പക്ഷേ അധ്യാപകന്റെ ആ ശിക്ഷാവിധിയിലൂടെ, ശിക്ഷാരീതിയിലൂടെ കടന്നു പോയപ്പോ ആ അധ്യാപകനോട് ഒരു പക്ഷെ ഒരു അരിശം തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് അതിനെ നോക്കി കാണുമ്പോഴോ ആ അധ്യാപകനോട് സ്നേഹവും ബഹുമാനവും അല്ലേ തോന്നുന്നത്? അതിനെന്താ കാരണം? ആ മാറ്റത്തിന് എന്താ കാരണം? ഇത്രയും നാളായിട്ട് നിങ്ങൾ നേടിയിരിക്കുന്ന അനുഭവങ്ങൾ, അറിവുകളാണ് ഈ ഒരു തിരിച്ചറിവിന് കാരണമായിരിക്കുന്നത്. ഇത് തന്നെ ആത്മീയമായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നിൻ്റെയും കാര്യകാരണങ്ങളെ നമുക്കറിയാൻ സാധിക്കും, കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അനുഭവം അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് അനുഭവം ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് അറിവുകളായിരുന്നു സമ്മാനിച്ചത്. ആ അറിവുകളിലൂടെ നമ്മൾ എന്തെല്ലാം ആയിത്തീർന്നിട്ടുണ്ട്, ആത്യന്തികമായിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു 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 നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ അറിവുകൾ മാറിയാൽ ഇതൊന്നും വേദനിപ്പിക്കില്ല. ഇതെല്ലാം അറിവുകൾ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തുന്നത് വരെ ഈ വിധത്തിലുള്ള അറിവുകൾ അതിലേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു. അഥവാ നിങ്ങൾക്കത് ഉപദ്രവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വേദനയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു. മറ്റെന്തെങ്കിലും കഴിയുന്നതും എല്ലാവരും വീഡിയോയിൽ വരൂ, നിങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ. ഞാൻ എൻ്റെ അച്ഛൻ മരണപ്പെടുന്ന 15 ദിവസം മുമ്പ് സ്വപ്നം കണ്ടിരുന്നു. അച്ഛനൊരു അസുഖവുമില്ലായിരുന്നു. അതേ ദിവസം തന്നെ എൻ്റെ അമ്മാവൻ ഭാര്യയും സ്വപ്നം കണ്ടിരുന്നു. യെസ്, അതിൻ്റെ എല്ലാം കാരണം ഇത് തന്നെയാണ്. ഇതെല്ലാം ഈ നമ്പർ കറക്റ്റ് ആണ് കേട്ടോ, 7510164997. അതായത് ഇതും ഇത് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കരട് രൂപരേഖകളായിട്ട് പ്രാപഞ്ചിക തലത്തിലുണ്ട്. അതിൻ്റെ തിരിച്ചറിയലാണ് നിങ്ങളിൽ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ആകാം. പിന്നെ മറ്റെന്തെങ്കിലും? ഈ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് അതാണോ? അതെ അതെ അതെ, ഈ വിധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റെന്തെങ്കിലും? സർ, നമ്മള് നമ്മുടെ ഇൻഡ്യൂഷനിൽ കാണുന്നത് സംഭവിക്കുന്നതാണോ അതോ വരാൻ പോകുന്നത് ഇൻഡ്യൂഷനായിട്ട് വരുന്നതാണോ? ഒന്നും കൂടി ചോദിച്ചേ. നമ്മൾ ഇൻഡ്യൂഷനിൽ നമ്മൾ ഓൾറെഡി മനസ്സിൽ കണ്ടത് സംഭവിക്കുന്നതാണോ അതോ വരാൻ പോകുന്നത് ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നതാണോ? ഓക്കെ, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് എന്താ, കഴിഞ്ഞു പോയതും ഇപ്പൊ സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ കരട് രൂപരേഖകൾ, ഇതാണ് കോസ്മിക് കോൺഷ്യസിലുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, ഈ പറഞ്ഞ കരട് രൂപരേഖകളും വിവരങ്ങളും എല്ലാം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അത് രചിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിലൂടെ തന്നെയാണ്, അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ, താങ്കളിലൂടെ കടന്നുപോയ ശക്തമായിട്ടുള്ള ഒരു ചിന്തയുടെ പ്രതിഫലനവും
പിന്നീട് അനുഭവങ്ങളുടെ രൂപത്തിൽ വരാം. 1. 2, ഒരു പക്ഷേ ഒരു വിവരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരം നമ്മുടെ ശക്തമായിട്ടുള്ള ഒരു ചിന്തയിലൂടെ അതിനൊരു കൂട്ടിച്ചേർക്കലോ ഒരു തിരുത്തലോ വരുത്താനും സാധിക്കും. അതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഒരു ഡാറ്റ അവിടെ ഉണ്ടെങ്കിൽ പോലും അതിൽ ചില തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ നമ്മുടെ ശക്തമായിട്ടുള്ള ചിന്തകളിലൂടെ സാധിക്കും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മറ്റെന്തെങ്കിലും? സർ, ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതും ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ബോധപൂർവം കാണുന്ന ഒരു കേവലം സ്വപ്നത്തെയാണ് ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ ഹലൂസിനേഷൻ എന്ന് പറയാം. ഇപ്പോ ഹലൂസിനേഷൻ മറ്റൊരു വിധത്തിൽ ചെയ്യാം. ഇപ്പൊ ഒരു വ്യക്തിയെ ഒന്ന് ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് അദ്ദേഹം കാണാനോ അനുഭവിക്കാനോ അറിയാനോ താല്പര്യപ്പെടുന്ന ഒരു രംഗം അദ്ദേഹത്തെ കാണിക്കാം. മനസ്സിലായോ? അത് പല വിധത്തിലും പൗരാണികമായിട്ടുള്ള പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹിപ്നോസിസിന്റെ പേരിലൊന്നല്ല, മറ്റ് രീതികളിൽ. അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. ഒന്ന് വിഷയം വേറെയാണ്, പിന്നെ ഒരുപക്ഷെ ചില വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇനി സിംപ്ലി ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ ലൂസിഡ് ഡ്രീമിന്റെ മറ്റൊരു കാര്യം. ഇപ്പോ ഒരു വ്യക്തിയുടെ മരണപ്പെട്ടു പോയ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഹിപ്നോസിസിന് വിധേയമാക്കിയിട്ട് കാട്ടിക്കൊടുക്കാം. മനസ്സിലായോ? അത് യാഥാർത്ഥ്യമല്ല, അതിന് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു പിക്ചർ, എന്തൊക്കെയോ ശബ്ദങ്ങൾ അവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഏറ്റവും നല്ല ഒരു പിക്ചർ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെയാണോ ഉള്ളത് അതിന്റെ ഒരു പുനരാവിഷ്കാരമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. അതിന് യാതൊരു ബന്ധവുമില്ല. ഇനി ലൂസിഡ് ഡ്രീം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതേക്കുറിച്ചുള്ള ആഗ്രഹം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ലൂസിഡ് ഡ്രീമാണ് കാണുന്നതെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ 0 ഗ്രാവിറ്റിയാണ്, അപ്പൊ ഈ വിധത്തിൽ സ്ലോ മോഷനിലാണ് ഇറങ്ങുന്നത് എന്ന് മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിലായിരിക്കും അദ്ദേഹം ലൂസിഡ് ഡ്രീം കാണുന്നത്. മനസ്സിലായോ? അതല്ല, അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരമാണ് അദ്ദേഹത്തിലുള്ളെങ്കിൽ ആ വിധത്തിലായിരിക്കും അദ്ദേഹം കാണുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ലൂസിഡ് ഡ്രീമും ആസ്ട്രൽ പ്രൊജക്ഷനും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, മറ്റെന്തെങ്കിലും? സാറേ, ശരിക്കും ഡ്രീമിനെ കുറിച്ച് ഫ്രോയിഡല്ലേ ശരിക്കും അത് ഇതാക്കിയിട്ടുള്ളത്? മനസ്സിലായില്ല. സിഗ്മണ്ട് ഫ്രോയിഡ് ഫ്രോയിഡിന് ഡ്രീമിനെ കുറിച്ചിട്ടേ കുറേ സിദ്ധാന്തങ്ങളുണ്ട്. കുറേയധികം ഫ്രോയിഡിയൻ സിദ്ധാന്തങ്ങൾ അവിടെ ഉണ്ട്. കുറേയധികം വിശദീകരണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വളരെ വിശദമായിട്ടുള്ള പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. മറ്റെന്തെങ്കിലും? അപ്പോ അങ്ങനെയാണെങ്കിൽ അടുത്ത തലത്തിലേക്ക് കിടക്കട്ടെ. പറയൂ. പറയൂ സർ. ആസ്ട്രൽ പ്രൊജക്ഷനും ഔട്ട് ഓഫ് ബോഡി ഇതും സെയിം ആണ്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞത് അത് ചിലവർക്ക് നല്ല മിക്കവാറും ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ല എന്ന രീതി പറഞ്ഞു സാർ. അതെ. പക്ഷെ അത് വോളണ്ടറിലി പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും പഠിച്ച് ചെയ്യാൻ പറ്റും. ഓർമ്മയുണ്ടാവില്ല എന്ന് പറയാൻ കാരണം അത് നമ്മുടെ അബോധത്തിൽ നടക്കുന്നുകൊണ്ടാണ്. അതായത് ബോധപൂർവം അല്ലാതെ നടക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബോധത്തിന്റെ സ്വാഭാവിക ആബ്സെൻസിൽ നടക്കുന്നത് കൊണ്ടാണ്. ദ സെയിം ടൈം നമ്മുടെ ബോധത്തെ അല്ലെങ്കിൽ ബോധത്തിന്റെ ഒരു അംശത്തെ നിലനിർത്തിക്കൊണ്ട് ബോധപൂർവം തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചാൽ, എന്റെ ഭാഷ മനസ്സിലായോ? ബോധപൂർവം തന്നെ അത് ചെയ്യാൻ സാധിച്ചാൽ ഈ പറയുന്ന അറിവുകളും വിവരങ്ങളും നമ്മൾ മടങ്ങി വരുമ്പോഴും നമ്മുടെ ബോധത്തിലുണ്ടാകും, കോൺഷ്യസിലുണ്ടാകും. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? മറ്റേതങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാൽ ഇത് പറയാൻ പറ്റും. പക്ഷെ അവിടെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, മറ്റെന്തെങ്കിലും? ശരി, ഇനി ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഇനി അതിന്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് എക്സ്പ്ലനേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ചില ഇലക്ട്രിക് ചാർജുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാം. ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചില ന്യൂനതകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ന്യൂനതകൾ കൊണ്ട് ചില സമയങ്ങളിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഈ ഇലക്ട്രിക് ചാർജ് ഒന്ന് കട്ടായി തിരികെ വരും. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്.
അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഏകദേശം 20 മുതൽ 24 വരെ സൈക്കിൾസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഹിപ്നോട്ടിക് സ്റ്റേജിൽ വന്നിട്ട് 20നും 12നും ഇടയിലായിരിക്കും. അപ്പോൾ അതിന് താഴെയുള്ള എന്ന് പറയാം 12ന് ചുവടെ സ്ലീപ്പാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 22ലോ 23ലോ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണെങ്കിൽ പോലും ബ്രെയിൻ എനർജി ഒന്ന് കുറഞ്ഞ് താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മ്യൂട്ട് മാറ്റിത്തരാം, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നോക്കട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒന്ന് താഴെ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് 12ഓ 14ഓ ആവാം. അതെ, ആയി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഡീപ്പായ ഒരു ഉറക്കത്തിന്റെ എക്സാക്ട്ലി, അദ്ദേഹം ഒന്ന് ഉറങ്ങി ഉണർന്നു എന്നുള്ളത് തന്നെയാണ്. അതെ. ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് അദ്ദേഹം ഉറങ്ങി ഉണർന്നു എന്നത് തന്നെയാണ് അതിന്റെ പച്ചയായിട്ടുള്ള അർത്ഥം. അപ്പൊ ഉറങ്ങി ഉണർന്നു കഴിയുമ്പോഴേക്കും ഇതിനിടയിൽ എന്ത് സംഭവിക്കും? 2 പ്രാവശ്യം ഹിപ്നോസിസിലേക്ക് പോകും. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അതുവരെ ഉണ്ടായിരുന്ന ഫയലുകൾ ഒന്ന് ക്ലോസ് ആകും, അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് ആവുകയോ അതിന്റെ തീവ്രത കുറയുകയൊക്കെ ചെയ്യും. അതുപോലെ കുറെ കാര്യങ്ങൾ, കോൺഷ്യസിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ സബ് കോൺഷ്യസിലേക്ക് പിന്തള്ളപ്പെടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്നാലേ ഇനി ബാക്കി ഞാൻ പറയുന്നത് മനസ്സിലാവൂ. പിടികിട്ടിയോ? കോൺഷ്യസ്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന, ഞാൻ കേട്ടുകൊണ്ടിരുന്ന, ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന, ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന കുറേ ഡാറ്റകള് ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് ചിലതെല്ലാം കട്ടായി പോവുകയോ ചിലതെല്ലാം സബ് കോൺഷ്യസിലേക്ക് പിന്തള്ളപ്പെടുകയോ ചെയ്തുകൊണ്ടായിരിക്കും തിരികെ ഉണർന്നു വരുന്നത്. ഇതെല്ലാം ഒരു സെക്കൻഡിൽ താഴെയുള്ള സമയം കൊണ്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്ക്, ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ 1 2 3 3 സ്റ്റെപ്പ് ഞാൻ വെച്ചു. ഈ 3 സ്റ്റെപ്പ് വെച്ചതിനിടയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ കണ്ടുവരികയാണ്, ഇവിടെ ചുവന്ന ഷർട്ട് ഇട്ടുള്ള ഒരാള് ഒരു നീല തൊപ്പിയും വെച്ച് ഒരു സിഗരറ്റ് ഒന്ന് സ്മോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു പോസ്റ്റിൽ ചാരുന്നിട്ട് ഈ വ്യക്തി, പറഞ്ഞ വ്യക്തി ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യാണ്. ഇത് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. ഈ 3ാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ എന്ത് പറ്റി? എൻ്റെ ബ്രെയിൻ എനർജി താഴെ പോയി. അതായത് ഞാനൊന്ന് ഉണർന്നു, ഒരൊറ്റ സെക്കൻഡിന് താഴെ ഉണർന്നു. പക്ഷെ അതുവരെ എന്ത് പറ്റും? ഈ പറയുന്ന നീല തൊപ്പി വെച്ച ആൾ, സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചുള്ള ഡാറ്റകളെല്ലാം താഴേക്ക് പോയി. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപബോധത്തിലേക്ക് പോയി, ബോധത്തിൽ നിന്ന് ഉപബോധത്തിലേക്ക് പോയി. മനസ്സിലായോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ വെക്കുകയാണ്, 4ാമത്തെ സ്റ്റെപ്പ് വെക്കുകയാണ്. 3ാമത്തെ സ്റ്റെപ്പിലാണ് കറണ്ട് പോയത്. 4ാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും ഇവന് ഉണർന്നപ്പോഴേക്കും ഇദ്ദേഹത്തെ കാണുകയാണ്. ആരെ? ഈ തൊപ്പിക്കാരനെ കാണുകയാണ്. ഈ തൊപ്പിക്കാരനെ കാണുമ്പോ ഇവനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ വരും. മനസ്സിലായി? എന്തുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ഫീൽ എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മെമ്മറി സബ് കോൺഷ്യസിലേക്ക് പോയിട്ടുണ്ട്. മെമ്മറി, അതുവരെയുള്ള മെമ്മറി പോയി, കട്ടായി പോയി. അതുകൊണ്ടാണ് പുതിയ ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. പുതിയ ഒരു കാഴ്ചയായിട്ട് കോൺഷ്യസ് ഡിറ്റക്ട് ചെയ്തു. ഒരു തൊപ്പിക്കാരൻ പോസ്റ്റിൽ ചാരി നിന്നിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കോൺഷ്യസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് പറയും, ഹൈ, ഞാൻ പണ്ടെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് സബ് കോൺഷ്യസ് പറയും. എന്റെ പോയിന്റ് മനസ്സിലായോ? വാസ്തവത്തിൽ സബ് കോൺഷ്യസ് എപ്പോഴാ കണ്ടിരിക്കുന്നത്? കുറച്ചു മുന്നേ കണ്ടതാണ്. തൊട്ട് മുൻപാ കണ്ടത്. പക്ഷെ സബ് കോൺഷ്യസ് അതിനെ പരിഗണിക്കുന്ന എന്താ? സബ് കോൺഷ്യസിൽ കിടക്കുന്ന ഡാറ്റകൾ ഏതാ? പണ്ടത്തെ ഡാറ്റകൾ. ഏതൊക്കെയോ മൈക്കുകൾ നോയ്സ് ഉണ്ടാക്കുന്നു. ആവശ്യമില്ലാത്ത മൈക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അപ്പൊ സബ് കോൺഷ്യസ് കണ്ടിരിക്കുന്ന എപ്പോഴാ? തൊട്ട് മുൻപ്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ കോൺഷ്യസിനോട് പറയുന്നു, ഞാൻ ഇത് പണ്ട് കണ്ടിട്ടുണ്ട്, നേരത്തെ എപ്പോഴോ കണ്ടിട്ടുണ്ട്, ഇതേ തൊപ്പിക്കാരൻ ഇതേ പോസ്റ്റില് ഇങ്ങനെ തന്നെ നിന്ന് സ്മോക്ക് ചെയ്ത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ പോയിന്റ് മനസ്സിലായോ? ഇത് ഒരു ഡാറ്റ ആയിട്ട് വരും, ഒരു ഫോൾസ് മെമ്മറി ആയിട്ട് വരും, ഒരു പോസിബിലിറ്റി. ഇനി മറ്റൊരു പോസിബിലിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു മൂവി കണ്ട സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തില്, ഏകദേശം ഏതൊക്കെ മൈക്കുകൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ,
മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തൊപ്പിക്കാരൻ ഇതുപോലെ ഒരു പോസ്റ്റിൽ ചാരി നിന്നിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരു ഇമേജ് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കട്ടെ. സ്മോക്ക് ചെയ്യുന്ന ഒരു ഇമേജ് നിങ്ങളുടെ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ട്, നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിലനിൽക്കുന്നുണ്ടെന്നിരിക്കട്ടെ. ഞാനിത് ആരാ ബഹളം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കീഴെടുത്ത് പോയതാ. നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു ഡാറ്റ, ഇത് അവിടെ സമാനമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി ഇത് ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു പ്രത്യേക പാറ്റേൺ ഉള്ള ഒരു ഷർട്ട് ഉണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹം ഏകദേശം സ്ഥിരമായിട്ടൊക്കെ ഇടുന്ന, അദ്ദേഹത്തെ കാണുമ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം കാണുന്ന ഈ ഷർട്ടിലാണെന്നിരിക്കട്ടെ. പക്ഷെ ഇതേ പാറ്റേൺ ഉള്ള സെയിം ഷർട്ട്, സെയിം എന്ന് പറയാൻ ഈ ഷർട്ട് അല്ല, ഇതേ പാറ്റേൺ ഉള്ള ഷർട്ട് മറ്റൊരു സാഹചര്യത്തിൽ വേറൊരാള് ഇട്ടുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ തോന്നില്ലേ, അയ്യോ ഇതെന്റെ ഫ്രണ്ട് അല്ലേ നടന്നു വരുന്നത് എന്ന് പെട്ടെന്ന് തോന്നില്ലേ? കാരണം എന്താ, ഈ ഷർട്ട് വെച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തിന്റെ ഓർമ്മകൾ ഇവിടെ ട്രിഗർ ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്, എൻ്റെ സുഹൃത്തല്ലേ അത് എന്ന് തോന്നുന്നത്. ഓർമ്മകളുടെ ഒരു പുനരാവിഷ്കാരം അവിടെ സംഭവിക്കും. പോയിന്റ് മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നവരാണ്, ഇല്ലേ? അപ്പൊ മിക്കവാറും ഇതുപോലെയുള്ള സ്ഥലങ്ങള്, ചില സമാനരായിട്ടുള്ള വ്യക്തികള്, ഇതിന്റെയൊക്കെ ഇമേജ് നമ്മൾ ഇവിടെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോ ഞാൻ കുറച്ച് ദിവസം മുമ്പ്, ഒരു മാസം മുൻപ് രാത്രി ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മിഡ്നൈറ്റ് ഒരു 2 മണിയോ മറ്റോ ആയി. ഒരു ഹോട്ടലിൽ ഒരു കോഫി കഴിക്കാൻ കയറിയ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന 2 കുട്ടികൾ എന്ന് പറഞ്ഞ്, താങ്കൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല പരിചയം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി എന്നെ എവിടെയാണ് അവർ കണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല, നിങ്ങൾ കണ്ടിരിക്കാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ വിടുന്നില്ല, പറഞ്ഞു അല്ല താങ്കളെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ തന്നെയാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ എവിടെയാണെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. എവിടെയാ അവർ കണ്ടിരിക്കുന്നത്? യൂട്യൂബിലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയാസില് നമ്മളെയോ അല്ലെങ്കിൽ നമുക്ക് സമാനരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെയോ, സമാനമായിട്ടുള്ള ഫിഗറൊക്കെയുള്ള ഏതെങ്കിലും, ഇത് ചില എല്ലാ ഫിഗറും ഇതേമാതിരി വന്നോളണമെന്നില്ല കേട്ടോ. എല്ലാ ഫിഗറും ഇതേമാതിരി വന്നോളണമെന്നില്ല. ഇപ്പൊ എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇപ്പൊ ഓക്കെ യൂട്യൂബിൽ കണ്ടതാകാം, ഇനി അതല്ലെങ്കിൽ അന്നേരം ഞാൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ പാറ്റേൺ ഉള്ള, തലയിൽ കുറച്ച് മുടിയൊക്കെ കുറവായിട്ടുള്ള, ഓൾമോസ്റ്റ് ഇതേ മീശയുള്ള, ബാക്കിയൊക്കെ വിട്ടുകളഞ്ഞേക്കോ, ഓൾമോസ്റ്റ് ഇതേ മീശയുള്ള ഒരു വ്യക്തിയെ ഇവർക്ക് അറിയാമെങ്കിൽ, അത് അല്ലെങ്കിൽ അവരെവിടെയോ കണ്ടിട്ടുണ്ട് എങ്കിൽ ബാക്കി അവരുടെ ബ്രെയിൻ കൂട്ടിച്ചേർക്കും. ഇപ്പോൾ ഹിപ്നോസിസ് ക്ലാസ്സിലെ ഞാൻ പറയാമല്ലോ, നമ്മുടെ പ്രേതത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ പ്രേതത്തെ കാണും. ദ സെയിം ടൈം ആ സമയത്ത് പാലപ്പൂവിന്റെ ഗന്ധവും പാദസരത്തിന്റെ കിലുക്കവും നമുക്ക് ആരാ കൊണ്ടുതരുന്നത്? ബ്രെയിൻ, ഇല്ലേ? കാരണം ബ്രെയിനിന് അറിയാം മറ്റേത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് തീർച്ചയായിട്ടും, ബാക്ക്ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും പാലപ്പൂവും പാദസരവും ഉണ്ടാകും. അപ്പൊ അവൻ നമ്മളെ അനുഭവിപ്പിക്കും. അതുപോലെ ഇവിടെയും ഈ ഷർട്ടും ഈ മീശയും ഈ പറയുന്ന വിധത്തിലുള്ള ഹെയർ സ്റ്റൈലുമുള്ള ഒരാളെ കാണുമ്പോൾ ഇത് ഇയാളെ തന്നെയാണ്, അതാണല്ലയോ ഇത് എന്ന് ആശങ്ക തോന്നാനുള്ള കാരണം അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ദേജാവു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദേജാവു കേട്ടിട്ടുണ്ടോ? യെസ്, ദേജാവു കേട്ടിട്ടുണ്ടോ? ദേജാവു എന്താണെന്ന് അറിയാമോ? ഇതേ പ്രതിഭാസത്തെയാണ് ദേജാവു എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയാമോ? ടൈം സ്ലിപ്പ് അല്ലേ? ഏതാ? ടൈം സ്ലിപ്പ് എന്ന് പറയുന്നല്ലേ? ടൈം സ്ലിപ്പ് തന്നെ. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയോ? അത് സംഭവിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഴ്സുകളിലൂടെയാണ്. കണ്ണിലൂടെ കാണുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് അറിയുന്നത്, അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നത്, അതിൻ്റെ കളർ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്കാണ് ഡാറ്റകൾ പോകുന്നത്. മനസ്സിലായോ? അതിന്റെ ഷേപ്പ് ഒരു ഭാഗത്തേക്ക് പോകും, കളറ് ഒരു ഭാഗത്തേക്ക് പോകും, അതിന്റെ വലിപ്പം മറ്റൊരു ഭാഗത്തിലേക്ക് പോകും. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിലും ഇതിന്റെ ടൈം വളരെ കറക്റ്റ് ആയിരിക്കും. എല്ലാം അവിടെ എത്തുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒരേ സമയത്ത് സംഭവിക്കും.
പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ എത്താൻ ഒരു അല്പം വൈകിയാൽ, സെക്കൻഡ് ഇല്ല, മൈക്രോ സെക്കൻഡ് ഇല്ല, ചിലപ്പോൾ ഒരു വളരെ ചെറിയ ഒരു സമയം, ഒരു ചെറിയ നിമിഷം വൈകിയാൽ എന്ത് സംഭവിക്കും? ബാക്കി കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തു. അതിന്റെ വലിപ്പം പ്രോസസ്സ് ചെയ്തു, അതിന്റെ നിറം പ്രോസസ്സ് ചെയ്തു, അതിന്റെ ഷേപ്പ് പ്രോസസ്സ് ചെയ്തു. ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് ഏകദേശം മനസ്സിലായി ഇന്ന സാധനമാണെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോഴായിരിക്കും ഡിസ്റ്റൻസ് പോയി പറയുന്നത് ഇത് ഇത്ര ദൂരത്തിലാണ്. ഉടനെ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത ഭാഗം എന്താ പറയുക? ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ലാസ്റ്റ് കിട്ടിയ വിവരത്തെ ഒരു പുതിയ വിവരമായിട്ട് എടുക്കുകയും അതുവരെ കിട്ടിയ പഴയ വിവരങ്ങളെ അവന്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുകയും ചെയ്യും. എന്ത്? ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആർക്കെങ്കിലും മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ചോദിച്ചാൽ ഒന്നുകൂടി ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പൊ അവനവിടെ എടുക്കും ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയില്, എന്നുള്ള ഒരു നിഗമനത്തിൽ അവൻ എത്തിച്ചേരും. പറയും ഇതേ കാര്യം അല്ലെങ്കിൽ ഇതേ വ്യക്തിയെ, ഇതേ സാഹചര്യത്തെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫീല് നിങ്ങളുടെ കോൺഷ്യസിലേക്ക് എത്തിച്ചേരും. ഇതെല്ലാ ഡാറ്റകളുടെയും ഒരു ക്രോഡീകരണം കൊണ്ട്. ഇതാണ് ദേജാവുവിൽ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നിരിക്കട്ടെ, അത് യഥാർത്ഥമാണോ അതോ ഇതുപോലെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു മാർഗമുണ്ട്. അതായത് നിങ്ങളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്നിരിക്കട്ടെ, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ് ഒരു ബസ് ഇങ്ങനെ ദൂരേന്ന് വരുന്നത് കാണുകയാണ്. അപ്പൊ ഇത് വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ഇത് ഞാൻ ഇതേമാതിരി കണ്ടിട്ടുണ്ടല്ലോ. ആ ബസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കളർഫുൾ ആയിട്ടുള്ള ബാഗും പിടിച്ചിട്ട് ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട്, അതേ സമയം തന്നെ അപ്പുറത്തുനിന്ന് ഒരു പവർ ബൈക്കിൽ ഒരാളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട്, ഇതേ കാര്യം ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഒരു ഫീല് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സ് ശാന്തമാക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് പഴയ ഓർമ്മകളെ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുക. എവിടെയോ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഓർമ്മകളെ ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുക. റീകളക്ട് ചെയ്ത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആ ഒരു ഡാറ്റ ഒന്ന് റീകളക്ട് ചെയ്ത് വരാൻ നോക്കിയിട്ട്, അതായത് ഈ ബസ് ഇപ്പൊ സ്റ്റോപ്പിൽ നിർത്തി, ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ എത്ര ആൾക്കാരായിരിക്കും ഇതിലേക്ക് കയറാൻ പോകുന്നത്? ആ ആൾക്കാരുടെ ഡ്രസ് കോഡ് എന്തായിരിക്കും? ഡ്രസ് കോഡ് അവിടെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നിങ്ങളൊരു ഊഹത്തിലെത്തരുത്. അതല്ലാതെ അതെല്ലാം വിട്ടേക്ക്. അതെല്ലാം വിട്ടുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിന്ന് ഈ മെമ്മറീസ് ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുശേഷം അത് തന്നെയാണോ സംഭവിക്കുന്നത്, അതേ ക്രമത്തിൽ തന്നെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. അതേ ക്രമത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ അത് യാഥാർത്ഥ്യമായിരിക്കാം. അതല്ല എങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നതുമാകാം. ഒന്ന്. ഇനി ഇടയ്ക്ക് വിട്ടുപോയ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇടയ്ക്ക് നമ്മുടെ ബ്രെയിനിന്റെ ചില ഇലക്ട്രിക് ചാർജുകൾ ഒന്ന് കട്ടായി പോകും. അതുകൊണ്ട് സ്ലീപ്പിലേക്ക് വഴുതി വീണിട്ട് തിരികെ വരുമ്പോഴാണ് ഇതെല്ലാം മറന്നു പോകുന്നതെന്നും പുതിയൊരു അനുഭവമായിട്ട് കാണുന്നത് എന്നും പറഞ്ഞല്ലോ. അതും ഒരു പക്ഷേ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയേക്കാം. സംഭവിക്കും. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചിലപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ ഒരു കാര്യം ഇദ്ദേഹത്തോട് ചോദിക്കണം. ഇത് മനസ്സിലെടുത്ത് വെച്ചു. മനസ്സിലായോ? ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും എക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ചോദിക്കണം. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടാകും. ആ ചോദ്യമേ പോയിട്ടുണ്ടാകും. റൈറ്റ്? പിന്നെ ഈ ചോദ്യം ഓർമ്മ വരുന്നത് ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾ ചായ കുടിക്കാനിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. അയ്യോ, അത് ചോദിക്കണമെന്ന് അന്നേരം വിചാരിച്ചതായിരുന്നല്ലോ, മറന്നുപോയി. ഒന്ന്. ഇനി രണ്ട്, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. എന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്താ പിടികിട്ടാത്തത്? അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിച്ചു, അത് താഴേക്ക് പോയി, അതുകൊണ്ടാ പിടികിട്ടാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് സാധാരണ ഉണ്ടായിട്ടുള്ള സംഭവമല്ലേ?
അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഇതുപോലൊരു ഫീൽ വന്നെന്നിരിക്കട്ടെ, നിങ്ങളും ഒരു സുഹൃത്തും കൂടി ഒരു റെസ്റ്റോറന്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് ഇദ്ദേഹം ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ സംഭവം ഒന്ന് ചോദിക്കണം എന്ന് മനസ്സിൽ വന്നു എന്നിരിക്കട്ടെ. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അത് എന്താണ് എന്ന് മറന്നുപോയി എന്നും ഇരിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നിരിക്കട്ടെ. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ആ നിമിഷത്തിലെ ചുറ്റുപാടുകളെ ഒന്ന് നോക്കുക. ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ റോഡ് സൈഡ് ഒക്കെ എന്തൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതെല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകള് നിങ്ങൾക്ക് ഇതുപോലൊരു ഫീൽ കൊണ്ടുവന്നേക്കും. ഇതേ കാഴ്ച ആ ഒരു വൃദ്ധ ഒരു കുഞ്ഞിന്റെ കൈയും പിടിച്ച് കയറി വരുന്ന, നിങ്ങൾ ഇരിക്കുന്ന ഹോട്ടലിലേക്ക് കയറി വരുന്ന, ഇത് ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ തുടങ്ങിയ ചിന്തകള്. അല്ലെങ്കിൽ വെറുതെ ഒരാളിത് കോഫി സിപ്പ് ചെയ്യുന്ന ഒരു സീൻ, ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് തോന്നും. കാരണം എന്താ, തൊട്ട് മുൻപ് കണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു വന്നപ്പോഴേക്കും അതൊരു പുതിയ കാഴ്ചയായിട്ട് നിങ്ങളുടെ ബ്രെയിൻ കാണിച്ചു തന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചിട്ട് പൊതുവായിട്ടുള്ളത്. ഇനിയും ധാരാളം കൺസെപ്റ്റുകൾ ഉണ്ടാകാം, പക്ഷെ പൊതുവായിട്ട് നിലനിൽക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, ചില സ്വാഭാവിക മാർഗങ്ങൾ ഉണ്ട്. അത് ആവശ്യമെങ്കിൽ മറ്റൊരു വെബിനാറിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. അതിനും ഈ പറഞ്ഞതുപോലെയുള്ള വളരെ ആഴത്തിലുള്ള ചില മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും ചില പരിശീലനങ്ങളും ഒക്കെ വേണ്ടതാണ്. ആവശ്യമെങ്കിൽ പിന്നീട് ഒരു വെബിനാറിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കൂ. ദാരു കുറിച്ചിട്ടുണ്ട്, ഈ സംഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് ഓർമ്മക്കുറവായിട്ടാണ് തോന്നുന്നത്. അതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നിതാണ്. സ്ലീപ്പ് പാരാലിസിസും ഇതും തമ്മിൽ എന്താ എന്തെങ്കിലും സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീലാണ്. അതായത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നതായിട്ട് തോന്നുകയും പക്ഷെ നമ്മുടെ കൈകാലുകൾക്ക് ഒരു ചലന സ്വാതന്ത്ര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക, കൈകാലുകളൊന്നും നമുക്ക് അനക്കാൻ പറ്റാതിരിക്കുക. ദ സെയിം ടൈം നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വളരെ ഭീകരമായിട്ടുള്ള ഒരു സത്വം മീൻസ് എന്താ പറയാ, ഒരു ഭീകര രൂപം, അതിങ്ങനെ രാക്ഷസ തുല്യമായിട്ടുള്ള ഒരു ഭീകര രൂപം അതിങ്ങനെ കയറിയിരിക്കുന്നതായിട്ട്, ചിലപ്പോൾ കഴുത്തിനെയൊക്കെ ഞെരിക്കുന്നതായിട്ടും ഒക്കെയുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. കാരണം കൈകാലുകളൊന്നും അനങ്ങുന്നില്ല, ചിലപ്പോൾ ശ്വാസം പോലും കിട്ടാത്ത ചില അനുഭവങ്ങൾ. ഇതിനെയാണ് പൊതുവിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. സ്ലീപ്പ് പാരാലിസിന് കുറേയധികം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കിടക്കുന്ന റൂമിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങളോ പഴയ ഫർണിച്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചില ഓക്സൈഡ്സ് ഒക്കെ പുറത്തു വന്നേക്കാം. അത് നിങ്ങളുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും അന്നത്തെ ദിവസം ഒരുപാട് നമ്മൾ ഒരു അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിച്ച് അസാധാരണമായ വിധത്തിൽ ക്ഷീണിച്ചിട്ട് വന്നു കിടന്നുറങ്ങുമ്പോഴുമൊക്കെയാണ് പ്രധാനമായിട്ടും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാരണങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പ് പാരാലിസിസിൽ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. മീൻസ് മുറി നല്ല വൃത്തിയാക്കുക, നല്ല വായു സഞ്ചാരമുള്ളതാക്കുക, അതുപോലെ ഒരുപാട് ക്ഷീണിച്ചാണ് വന്നിട്ടുള്ളതെങ്കിൽ ക്ഷീണം മാറ്റാനുള്ള ഉപാധികൾ ചെയ്യുക. അങ്ങനെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികളാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാകുന്ന വ്യക്തികളാണെങ്കിൽ ആ ക്ഷീണത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം കിടക്കയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ നോക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാൻ പറ്റും. ക്ലിയർ സാറേ, ബ്രെയിൻ താഴ്ത്തോട്ട് പോകുമ്പോഴേ എന്തോ ബ്രെയിൻ ലെവല് താഴ്ത്തോട്ട് പോകുമ്പോ പിക്ചർ കട്ടാവുന്ന കാര്യം പറഞ്ഞില്ലേ, നമുക്ക് അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ ഓർമ്മ വരാനും സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ കണ്ടീഷനിങ് അനുസരിച്ച് അങ്ങനെ പോയി വരുമ്പോഴെല്ലാം ഈ സബ് കോൺഷ്യസിലുള്ള ഡാറ്റകൾ പുറത്ത് വന്നുകൊള്ളണമെന്നില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഉറങ്ങി ഉണരുമ്പോഴും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ വ്യക്തികൾക്ക് അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങളൊക്കെ വരാം, സാധ്യതയൊക്കെ ഉണ്ട്. കോൺഷ്യസ് ഒന്ന് പിൻവലിഞ്ഞു പോകുമ്പോഴേക്കും മറ്റു ഡാറ്റകൾ കയറി വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് സാധാരണഗതിയിൽ താരതമ്യേന കുറവാണ്. ഓക്കെ, ശരി, താരതമ്യേന കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. ഉണ്ടാകാം. ഓക്കെ, കാരണം നേരത്തെ പറഞ്ഞില്ല, നമ്മള് ഇപ്പൊ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ ഒരു പരിശീലന ക്രമത്തിലൂടെയൊക്കെ പോകുമ്പോഴും സബ് കോൺഷ്യസ് ആക്സസ് ചെയ്യാൻ ചെയ്യുന്നത് എന്താ, കോൺഷ്യസിനെ ഒന്ന് ഡീആക്റ്റീവ് ആക്കുന്നത് തന്നെയാണ്. അപ്പോ ഇതിവിടെയും സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു രീതി അനുസരിച്ചിട്ട് ആ സമയത്ത് സബ് കോൺഷ്യസ് ഡാറ്റകൾ മുകളിലേക്ക് വരുന്ന പതിവില്ല. പക്ഷെ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, താങ്ക് യു. പിന്നെ മറ്റെന്തെങ്കിലും?
സാർ ഒരു ഡൗട്ട് കൂടിയുണ്ട്. ആ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്റ്യൂഷൻസ് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ശരി അപ്പൊ ഇവൻ ഒരു തേങ്ങ പോലും തലയിൽ വീണിട്ടുണ്ട്, ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ശരി സോ ഇതിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയപ്പോൾ ഞാൻ കുറെ ലോജിക്കലായി ചിന്തിച്ചു തുടങ്ങി. ഉം, അതിനുശേഷം ഈ ഇൻറ്റ്യൂഷൻസ് കുറഞ്ഞു തുടങ്ങി. ശരി പക്ഷെ അന്ന് കുറച്ചും കൂടി അവയർനെസ് കുറവായിരുന്നു. ഉം, ഇന്ന് ആ ഒരു പവർ ഞാൻ കളഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. അത് ഉം, മാത്രല്ല, ഉം. ചില ഇപ്പൊ ബട്ടർഫ്ലൈസുമായി കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഇൻറ്റ്യൂഷൻ വരുന്നത് ചിലപ്പോൾ ഒരു ജീവിയെ കൂടുതലും ബട്ടർഫ്ലൈസ് ആയിട്ടാണ്. ശരി സോ ഇനി നമുക്ക് അങ്ങനത്തെ ഒരു പവർ നമ്മളത് ലോജിക്കലി ഇപ്പൊ കുറെ ലോജിക്കൽ തിങ്കിങ് കൊണ്ടുവന്നതിന് ശേഷം ഉം, എന്റെ ആ ഇൻറ്റ്യൂഷൻ പവർ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരി. ഇനി അത് സോ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമോ എങ്ങനെ എന്നാണോ ചോദിക്കുന്നത്? തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട്. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്, ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്, ഇതുപോലെ നമുക്ക് ജന്മസിദ്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പ്രകൃതിദത്തമായിട്ട് കിട്ടിയിരിക്കുന്ന ചില കഴിവുകൾ നമ്മൾ ഒരിക്കൽ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ തിരികെ എടുക്കാൻ വലിയ പാടായിരിക്കും. പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, വലിയ പാടായിരിക്കും. അത് നമ്മൾ ബൈ പ്രാക്ടീസ് ഒരിക്കൽ ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പല വ്യക്തികളിലും അസാധാരണമായ വിധത്തിലുള്ള ചില സവിശേഷതകൾ വരും, ചില പ്രത്യേകതകൾ, ചില അറിവുകൾ, ഇതെല്ലാം വരും. മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല രസമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആദ്യത്തെ നാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ ആരംഭശൂര ഖലു കേരളീയ എന്നുള്ളതാണല്ലോ, ആരംഭശൂരത്തൊക്കെ കഴിഞ്ഞ് ഇതെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇനിയിപ്പോ അടുത്ത ചിങ്ങത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ഇയർ വരുമ്പോൾ ചെയ്യാം എന്നൊക്കെ കഴിഞ്ഞ് ഇത് മെല്ലെ നമ്മൾ ഡൗൺ ചെയ്യും. ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അറിവുകളും കഴിവുകളും എല്ലാം മെല്ലെ മെല്ലെ നമ്മളന്ന് വിട്ടുപോകും. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ തോന്നും, അയ്യോ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അത് ചെയ്തിരുന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇതിന്റെ ഒരു 10 മടങ്ങ് ആഴത്തിൽ നിങ്ങൾ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ പോലും ഈ പറഞ്ഞ സംഗതികൾ തിരികെ കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? പക്ഷെ കിട്ടിയേക്കാം, നല്ല പണിപ്പാടുണ്ടാകും, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ കിട്ടിയേക്കാം. അതാണ്. സാറേ, നമ്മുടെ ഏജ് റിഗ്രഷനിൽ കൂടി ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ? ഏജ് റിഗ്രഷനിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ മെമ്മറീസ് മാത്രമല്ല, നമ്മളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. പ്രാപഞ്ചികമായിട്ടുള്ള ചില പരിഗണനകൾ കൂടി ഈ ഒരു കാര്യത്തിൽ പലരിലും കടന്നു വരുന്നുണ്ട്. ആ പരിഗണന അങ്ങോട്ട് കട്ടാവും. അവിടെയാണ് പ്രശ്നം. കോസ്മിക്കും കൂടി സമ്മതിക്കണം അല്ലെ? പ്രപഞ്ചം നമുക്ക് തരുന്ന സ്വാഭാവികമായിട്ടുള്ള ചില അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ അവിടെ കട്ടാവും. മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. അത് പിന്നെ തിരികെ കിട്ടാൻ വലിയ പാടാ. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ കിട്ടാൻ വലിയ പാടാ. മനസ്സിലായോ? നമ്മുടെ ക്ലാസ്സിലൊന്ന് വരട്ടെ, നമുക്ക് നോക്കാം. അതെ. ട്രിവാൻഡ്രത്ത് ഉണ്ടാവില്ലേ? ഞാൻ 8-ാം തീയതി വരും സാറേ. 8-ാം തീയതിത്തേക്ക് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്താണ്. ശരി, ആവട്ടെ, വരൂ, അവിടെ കാണാം. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ. ഒന്നും ഉണ്ടാവില്ല. കൈ 2 വിരല് പോയി. അതൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചേ. അതാണോ പറഞ്ഞ അന്ന് മരവിപ്പുണ്ടായിരുന്നു? ഇതിന്റെ പകുതി ചത്തിരിക്കേ. ഫീലിംഗ് ഉണ്ട്, പക്ഷെ ചില ഭാഗങ്ങളിൽ ഫീലിംഗ് ഇല്ല. നമുക്ക് നോക്കാൻ ജീവിപ്പിക്കാൻ പറ്റുമെന്ന്. ശരി, അത് പോട്ടെ, അതൊരു സൈഡിൽ കിടന്നോട്ടെ. കർമ്മഫലമായിട്ട് അനുഭവിച്ചോളാം. ആവട്ടെ. പുറത്ത് വരാൻ പറ്റുന്നതാണെങ്കിൽ എന്തിനാ അനുഭവിക്കുന്നത്? പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? ഞാൻ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും അതിനെ കൊണ്ട് പണിയൊക്കെ എടുപ്പിക്കുന്നുണ്ട്. ശരി, ആവട്ടെ. ശരി, ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടോ? ഏപ്രില് ഏത് ജില്ലയിലാണ് ക്ലാസ് ഉള്ളത്? ഏപ്രിലിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിലില്ല. നേരത്തെ ട്രെയിനിങ് കോർഡിനേറ്റർ നമ്പർ തന്നിട്ടുണ്ടല്ലോ, അതിലൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അറിയാൻ പറ്റും. ഏപ്രിലുണ്ട്. ഏപ്രിൽ ഓൾറെഡി മെയ് വരെയുള്ള ഡേറ്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. അതുപോലെ നമുക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പാരാസൈക്കോളജി ട്രെയിനിങ് ഉണ്ട്. പാരാസൈക്കോളജി നമ്മുടെ ആപ്ലിക്കേഷനിലൂടെയാണ് കൊടുക്കുന്നത്. 41 ദിവസത്തെ ട്രെയിനിങ് ആണ്. അതിൽ ഓരോ ദിവസവും ഒരു അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയിലുള്ള ഓഡിയോ നോട്ട്സ് ആണ് തരുന്നത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അതിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള വിഷയം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ ഈ ഒരു വിഷയം മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല, ആരൊക്കെയാണ് എന്നെ കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ല.
ഏതെല്ലാം കാഴ്ചപ്പാടുകളിലൂടെ പോകുന്നവരാണ് എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ ബേസ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയില്ല. മറ്റേതാണെങ്കിൽ അതിന്റെ ബേസിക്സ് മുതൽ തന്നുകൊണ്ട് ഉള്ളതാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാവരും വീഡിയോയിൽ വരൂ എന്ന് പറഞ്ഞിട്ട് പോലും വളരെ കുറച്ച് പേരാണ് വീഡിയോയിൽ ഇരിക്കുന്നത്. അപ്പോ മറ്റെടുത്താണെങ്കിൽ അങ്ങനെയില്ല. സാറേ അത് നിങ്ങൾ ആ ഒരു ഓൺലൈൻ ആണ് സാറേ, ഓൺലൈൻ ഓൺലൈൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സാന്ത്വനം മൈൻഡ് കെയർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വരും. തൃശ്ശൂർ ഉണ്ടാകും, മൊബൈൽ ആപ്ലിക്കേഷൻ വരും. അതിൽ ഉണ്ട് പാരാസൈക്കോളജി 41 ഡേയ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം, ചോദിക്കാം, വാട്സപ്പിലൂടെ ഫോണിലൂടെ ചോദിക്കാം. മാത്രമല്ല ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെയാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുക, ഒത്തിരി വിഷയങ്ങളുണ്ട്. ഗോസ്റ്റ് ഹണ്ടിങ്, ഓജോ ബോർഡ്, ടെലിപ്പതി, ടെലിക്കൈനസിസ്, പാസ്റ്റ് ലൈഫ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ട്രെയിനിങ് ആണത്. ഓക്കെ, മറ്റെന്തെങ്കിലും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, പറയൂ. നമ്മള് കിടന്നിങ്ങനെ ഉറക്കം പിടിച്ചു കഴിയുമ്പോ നമ്മളുടെ കട്ടിൽ തനിയെ കുലുങ്ങുന്നതായിട്ട്, പെട്ടെന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും എടുത്ത് ചാടുന്നതായിട്ട്, അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം, അതെന്തുകൊണ്ടാ? കട്ടില് കുലുങ്ങുന്നതായിട്ടല്ല, നമ്മളൊരു വലിയ കുഴിയിലേക്ക് വീണു പോകുന്നതായിട്ടൊക്കെ ആയിരിക്കും അധികം പേർക്കും ഉണ്ടാകുന്നത്. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കാം ഈ പറയുന്ന കാര്യങ്ങൾ. അതിന്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മൾ ഉറക്കത്തിന്റെ അഗാധമായിട്ടുള്ള തലങ്ങളിൽ പ്രവേശിക്കുന്ന സമയത്ത് ബോധം ശരീരത്തിൽ നിന്ന് ഒന്ന് ജമ്പ് ഔട്ട് ചെയ്യുന്നതാണ് ഈ ഒരു അനുഭവമായിട്ട് പലർക്കും ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരു ഫീൽ ഇല്ലേ, അതേമാതിരി ബോധം പുറത്തേക്ക് ജമ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഫീല്, അതാണ് പലർക്കും ആ ഒരു വിധത്തിലുള്ള അനുഭവമായിട്ട് തോന്നുന്നത്. ഓക്കെ, ശരി, ഗുഡ്. മറ്റെന്തെങ്കിലും? ശരി, ആയിക്കോട്ടെ. അപ്പോ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിലെ മെജോറിറ്റിയും ഹിപ്നോസിസ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. ഹിപ്നോസിസ് ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഹിപ്നോസിസ് ക്ലാസ്സിൽ പങ്കെടുക്കണമെങ്കിലും കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്യുക. ഹിപ്നോസിസ് ക്ലാസ് 2 വിധത്തിലുണ്ട്. ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ് ഒരു ദിവസത്തേതുണ്ട്, അതല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് വെബിനാറായിട്ട് നമുക്ക് ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ വന്നിരിക്കുന്ന ഒരു ചാറ്റ് സ്ലീപ്പ് പാരാലിസിസ് ആണ് കേട്ടോ, അനാലിസിസ് അല്ല. എനിക്ക് സ്ഥിരമായി സംഭവിക്കാറുണ്ട്. അതിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കാരണങ്ങളെയൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ, ഏതായത് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥ എൻജോയ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ റൂം നല്ല ഓക്സിജൻ സർക്കുലേഷൻ ഉള്ളതാണ്, നല്ല വായുസഞ്ചാരം ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. പഴയ ഫർണിച്ചറുകൾ, പഴയ ഡ്രസ്സുകൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റുക. അതുപോലെ ചില കേസുകളിൽ പഴയ പെയിന്റിങ്ങുകൾ ഉണ്ടെങ്കിൽ, ഒരുപാട് പഴയ ചുവരുകളാണെങ്കിൽ അവിടെയൊക്കെ ചില ഫംഗലുകൾ വരും. ഈ ഫംഗലുകൾ കാരണം, അത് പുറപ്പെടുവിക്കുന്ന ചില ഓക്സൈഡുകൾ കാരണം ഇതുപോലെയൊക്കെയുള്ള അസ്വസ്ഥതകൾ വ്യക്തികൾക്കുണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കുക. പിന്നെ മറ്റൊന്ന്, നല്ല ക്ഷീണത്തിൽ കിടക്കുന്ന, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മതി എന്നൊക്കെയാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നല്ല ക്ഷീണമുള്ള ദിവസങ്ങളിൽ കിടന്നുറങ്ങിയപ്പോഴാണ് അത് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ഷീണത്തോടുകൂടി ഉറങ്ങാൻ പോകാതിരിക്കുക. ഒന്ന് എനർജറ്റിക് ആയതിനു ശേഷം കിടക്കയിലേക്ക് പോവുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മാറും. ഇനിയിപ്പോൾ അത് മാറിയില്ല എങ്കിൽ മറ്റു മാർഗങ്ങൾ തീർച്ചയായിട്ടും തേടേണ്ടതുണ്ട്. മെഡിക്കലി ഉള്ള ഫിറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും തേടേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും ഉണ്ടോ? മറ്റ് 2 കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ അശോക് നാരായൺ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതിൽ PLR-നെ കുറിച്ചൊക്കെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സീരീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15ഓളം വീഡിയോസ് ഓൾറെഡി ആ ഒരു വിഷയത്തിൽ മാത്രം, പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെ വിഷയങ്ങൾ, അതിന്റെ പാസ്റ്റ് ലൈഫ് ഹിസ്റ്ററീസ് തുടങ്ങിയ കാര്യങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. അതുപോലെ ഹിപ്നോസിസ് അവയർനെസ് പ്രോഗ്രാം എന്നുള്ള പേരിൽ ഓൾമോസ്റ്റ് ഒരു 15ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതെല്ലാം നോക്കാം കേട്ടോ. അതുപോലെ വളരെ ഈസി ആയിട്ട് ഹിപ്നോസിസ് ചെയ്യാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ ഒരു വെബിനാറിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഇതെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സ്പിരിച്വാലിറ്റിയുടെ ഒരു 7 സ്റ്റെപ്സ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറുള്ള ഒരു വെബിനാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു മേഖലയിലെ
അറിവുകൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണ്. ആവശ്യമെങ്കിൽ അതെല്ലാം കാണാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമോ ആശയക്കുഴപ്പമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം. സാർ, ഒരു ചോദ്യം. പറയൂ. ഇപ്പം വളരെ അടുത്ത് കണ്ട ഒരു സിനിമയിൽ നിന്ന് വന്ന അതിന് ഉണ്ടായ ഒരു ഹോണ്ടിങ് ആയിട്ടൊരു ചോദ്യമാണ് എനിക്ക് വന്നതാണ്. പെൻഡുലം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ശരി. അതിൽ ലൂസിഡ് ഡ്രീമിങ് ആണ് അതിന്റെ സബ്ജക്ട്. ശരി. ലൂസിഡ് ഡ്രീമിങ്ങിന്റെ ഇടയിൽ നമ്മൾ ഡ്രീം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ദെൻ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. സോ വേറൊരു തിയറിയാണ്, സ്പിരിച്വൽ തിയറി പ്രകാരം നമ്മളിപ്പോ ഉള്ളത് ഇപ്പൊ ഇരിക്കുന്നതും ഒരു സ്വപ്നമാണെങ്കിൽ ആണ് എന്ന് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുകയാണെങ്കിൽ വാട്ട് വിൽ ബി എന്തായിരിക്കും അതിന്റെ? എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ലൂസിഡ് ഡ്രീം മനസ്സിലായി. ഇപ്പൊ ഇരിക്കുന്ന മീൻസ് നമ്മളിപ്പോ ഈ സംഭവിക്കുന്നത് പോലും സ്വപ്നമാണെങ്കിൽ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. ആകാം. ആണെങ്കിൽ എനിക്കത് ബാക്കി എനിക്ക് മനസ്സിലാകാത്ത. സോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ലൂസിഡ് ഡ്രീമിംഗ് കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ല, സ്വപ്നമാണെങ്കിൽ, അതായത് യാഥാർത്ഥ്യമല്ലാത്തതിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റൂ. അതായത് സങ്കല്പങ്ങളിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധാരണഗതിയിൽ പറ്റൂ. യാഥാർത്ഥ്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധാരണഗതിയിൽ സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, ശരി. നോക്കൂ, യാഥാർത്ഥ്യങ്ങളിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അതർ സൈഡ് കൂടെ ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ലിഖിതങ്ങളായിട്ടുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശക്തമായിട്ടുള്ള ചിന്തകൾ ഉപയോഗിച്ച് ചില തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താമെന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നു, നമ്മളിത് താങ്കൾ കരുതുന്നത് മേ ബി ഒരു സ്വപ്നമായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എൻ്റെ ഈ പാറ്റേണുള്ള ഷർട്ട് മാറ്റി താങ്കൾക്ക് ഇത് മാറ്റിയിട്ട് ഒരു ചുവന്ന ഷർട്ട് ആക്കാൻ പറ്റണം. അതല്ലേ പറഞ്ഞത്? അതെ. അത് ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കില്ല. ഇപ്പൊ സംഭവിക്കില്ല, കാരണം ഇത് റിയാലിറ്റി ആണ്. ദ സെയിം ടൈം അത് യാഥാർത്ഥ്യമല്ലെങ്കിൽ, സങ്കല്പമോ സ്വപ്നമോ ഒക്കെ ആണെങ്കിൽ അത് സംഭവിക്കാം. അത്രയേ ഉള്ളൂ. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തൽക്കാലം പിരിയാം. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Thank you, sir. Good night. Thank you very much. Good night. Thank you. Good night. Good night. My Thanks. life.